الأحد الغفار والسلام على النبي المختار وآله الأبرار وصحابه الأخيار وأتباعه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين إن مما أخاف عليكم بعدي يفتح عليكم من زهرة الدنيا وزينتها صدق رسوله المصطفى النبي صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين يا زينة الكونين بدلي وافرا يا بهجة الدارين كلي ناصرا يا غافر الآسين كلي غافرا يا أكرم الثقلين يا كنز الورى جدري بجودك أرهني بهواك يا سيدي مددي سندي ويا هددي مؤيدي مددي أمري على سددي مسيدي سددي عبدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين مولاه يا سيدنا من دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واسمح لنا ما والله يا واسع الكرم مولاه يا سيد من دائما أبدا على حبيبك خير الخلق كلهم ثم إلى النبي
دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة النبي عبيدة وابن في العاصر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സദസ്സിന്റെ സമുദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ സദസ്സിന്റെ സർവ്വ ബറക്കത്തും അനുഗ്രഹവും അല്ലാഹുവിൽ നിന്ന് ചോദിച്ചു വാങ്ങിത്തന്ന പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളവറുകൾ, ഈ സദസ്സിലിരിക്കുന്ന സമസ്തയെ പൂർണ്ണമായ മഹബ്ബത്തോടുകൂടി അതിന്റെ എല്ലാ ആശയങ്ങളും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശാരീരിക ക്ഷീണം മറന്ന് പ്രായം മറന്ന് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദരണീയമായ സോലിഖ് ഉസ്താദ്, അൽഹംദുലില്ലാഹ് ഈ സദസ്സിൽ ഒരു അനുമോദന പ്രഭാഷണം നിർവഹിച്ചു പോയ പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ അറിവിന്റെ മനോഹരമായ തീരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദിന്യമായ ശൈഖുന അലിക്കുട്ടി ഉസ്താദ്, ഈ മഹത്തായ സ്ഥാപനത്തെ വളരെ വർഷങ്ങളായി തന്റെ അറിവുകൊണ്ടും സാന്നിധ്യം കൊണ്ടും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനനും ആദിന്യമായ ഇരുമ്പടി ഉസ്താദ് അവറുകൾ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ഖാളിയാർ അസ്റഫ് അൻവരി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഈ സദസ്സിലിരിക്കുന്ന ഹംസാൻ വരി, അസ്ലം അൻവരി ഉസ്താദുമാർ, മുഹമ്മദ് അൻവരിയെ പോലെയുള്ള ഖാജാ ദാരിമിയെ പോലെയുള്ള ഒരുപാട് പ്രമുഖ പണ്ഡിത വ്യക്തിത്വങ്ങൾ ഈ സദസ്സിലുണ്ട്. എല്ലാവരുടെയും പേരറിയില്ല. സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുപാട് പ്രമുഖ ഗുരുവര്യന്മാർ ഈ സദസ്സിലുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അതുപോലെ തന്നെ ഈ സദസ്സിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി തനിക്ക് അല്ലാഹു നൽകി അനുഗ്രഹിച്ച സാമ്പത്തികത്തെ വളരെ സന്തോഷത്തോടെ ഇതിനുവേണ്ടി ചിലവഴിച്ചാൽ ഒരു നാണയത്തൊട്ട് പോലും പാഴാകില്ല എന്ന പൂർണ്ണമായ ഉറപ്പുള്ളതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുമ്പമം സഹാജിയെ പോലെ, ചാത്തൻകുളം അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, കൊഴിപ്പുറം ബഷീർ ഹാജിയെ പോലെ, മേലേവിൽ അനീഫ സാഹിബിനെ പോലെ, പിന്നെ നമ്മുടെ ഈ നാട്ടുകാരനായ കല്ലാ മുഹമ്മദ് സാഹിബിനെ പോലെ ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മുടെ വേദിയിലും ഈ സദസ്സിലും ഇതിന്റെ പരിസരങ്ങളിലുമുണ്ട്. അൽഹംദുലില്ലാഹ് അവർക്കൊക്കെ അല്ലാഹു സാമ്പത്തികമായ ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ എന്ന നിറഞ്ഞ മനസ്സോടുകൂടി ദുആ ചെയ്യുകയാണ്. പരമാധികാരിയായ റബ്ബുൽ ആലമീനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനോഹരമായ ബറക്കത്തുള്ള സ്ഥാപനത്തിന്റെ തിരുമുമ്പിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം തന്നതുപോലെ നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ സംഗമിക്കാനുള്ള തൗഫീഖ് സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഇവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ വളരെ ചുരുങ്ങിയ സമയം മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒരു ബറക്കത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് അവതരിപ്പിച്ചു. ശേഷം നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഇന്നത്തെക്കാളും ഒരുപാട് വൈകിയാണ് ഇന്നലെ തുടങ്ങിയത്. ഇന്നും ഏകദേശം ആ സമയത്തോട് അടുക്കുകയാണ്. പിന്നെ ശരിക്കും കാലാവസ്ഥ മഞ്ഞും പിന്നെ ഒരു മണിയൊക്കെ ആകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ സദസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാൻ. എനിക്കും നിങ്ങൾക്കൊക്കെ പ്രയാസമാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് നമുക്ക് അനുവദിച്ച ആ സമയത്തിനുള്ളിൽ വളരെ മനോഹരമായിട്ട് ആ വിഷയത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നാം ചർച്ച ചെയ്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും അത് നമ്മിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ സ്വീകരിക്കാനാണ് ശരിക്കും നാം ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യണം. ഈ പ്രവർത്തനങ്ങളൊക്കെ സ്ഥാനമാനങ്ങൾക്കല്ലല്ലോ, പേരും വിലയും നിലയും കിട്ടാനല്ല, അല്ലാഹുവിന്റെ കോടതിയിലെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ,
ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ അവൻ പൂർണ്ണമായി മാറ്റിവെക്കുന്നത് പരലോക ലക്ഷ്യത്തിന്. ലോകത്തിന്റെ രസമുള്ള കാഴ്ചകൾക്കിടയിലൂടെ യാത്ര പോകുമ്പോൾ ഒരുപാട് രംഗങ്ങളും നയനാനന്ദകരമായ കാഴ്ചകളും അവന് കാണേണ്ടി വരും. ശാശ്വതമായ പരലോകത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ചില രംഗങ്ങളും ചില രൂപഭാവങ്ങളും ഭൗതിക ലോകത്തവനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുമ്പോ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ പൂർണ്ണമായും കണ്ണിനെയും കാതിനെയും കൽബിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് അവന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് യഥാർത്ഥ സ്വാലിഹീങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വഴി മുറിഞ്ഞു പോകാതിരിക്കാൻ ഈ ഭൗതിക ലോകത്ത് ജീവിച്ച മുഴുവൻ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടത്. എന്നിട്ട് അവരൊക്കെ വളരെ ആവേശത്തോടുകൂടി ഈ സമുദായത്തിന് പറഞ്ഞു കൊടുത്തത്, ഈ ഭൗതിക ലോകത്തെ നിങ്ങൾ ഭയപ്പെടുക, ഇതിനെ നിങ്ങൾ സൂക്ഷിക്കുക, നിങ്ങളുടെ അമലുകളെ നശിപ്പിച്ച് കളയാൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊന്നൊടുക്കി കളയാൻ, നിങ്ങളുടെ ഇഖ്ലാസിനെ കബറടക്കാൻ, നിങ്ങളുടെ തഖ്വയെ നശിപ്പിച്ച് കളയാൻ ഈ ലോകം ഇങ്ങനെ ഒരുങ്ങിച്ചമഞ്ഞ് നിൽക്കുന്നുണ്ട്, നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക എന്ന് മഹാന്മാർ ഒരു വലിയ മുന്നറിയിപ്പ് തന്നിട്ട് പോയതുപോലെ ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് നടത്തിയ സമാപന പ്രഭാഷണം, ആ പ്രഭാഷണത്തിന്റെ പ്രധാനപ്പെട്ട വാക്കുകള് എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധം മനസ്സുകൊണ്ട് മനഃപാഠമാക്കി വെച്ചിരിക്കുകയാണ് ലോക ജനത. കാരണം അതൊരു അത്ഭുതത്തിന്റെ പ്രഭാഷണമായിരുന്നു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കുകൾ മുഴുവനും അത്ഭുതമാണെങ്കിലും അവിടെ ഈ ലോകത്തോട് അവസാനം നടത്തിയ പ്രഭാഷണത്തിൽ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ മുമ്പ് തടിച്ചുകൂടിയ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഏറ്റവും ഗൗരവമുള്ള ഒരു വാക്ക്, ആ പ്രിയപ്പെട്ട സഹാബികൾ ആ വാക്ക് സ്വീകരിച്ചിട്ട് അവരുടെ മരണം വരെ ആ ഒരു വാക്കിൽ നിന്നുണ്ടാകുന്ന പരാജയത്തെ പേടിച്ചുകൊണ്ട് ജീവിച്ചു. അതുകൊണ്ട് അൽഹംദുലില്ലാ അവർക്ക് ഈ ലോകത്തിരുന്ന് വിട പറയുന്ന സമയം അത്ഭുതത്തിന്റെ പ്രകാശം പരത്തുന്ന വചനങ്ങളുമായി ഈ ലോകത്തിരുന്ന് യാത്ര പോകാൻ അവർക്ക് സൗഭാഗ്യം കിട്ടിയത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ കാര്യത്തെ സഗൗരവം സൂക്ഷിച്ചതുകൊണ്ടാണ് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിരുന്ന് വിട പറയുമ്പോൾ സമാപനം ഏറ്റവും വലിയ ഗൗരവത്തോടുകൂടി പ്രിയപ്പെട്ട സഹാബത്തിനോട് ഭയപ്പെടാൻ പറഞ്ഞത് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരത്തെയും സുഖത്തെയും രസത്തെയുമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പരലോകത്തെ മഹത്വം ആഗ്രഹിക്കുന്നവരെ, പരലോകത്തെ വിജയം കൊതിക്കുന്നവരെ, പരലോകത്തെ രക്ഷ ആഗ്രഹിക്കുന്നവരെ, പരലോകത്ത് അല്ലാഹുവിന്റെ സുഖലോലുപ സുന്ദര സ്വർഗത്തിന്റെ സുഹൃതം കൊതിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, അല്ലാഹുവിന്റെ പരലോകത്ത് നടക്കുന്ന ഒരു അത്ഭുതത്തെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശം സ്ഫുരിക്കുന്ന വചനങ്ങളിൽ നിന്ന് കടമെടുത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ്, അല്ലാഹുവിന്റെ കോടതിയിലേക്ക് മനുഷ്യർ വിചാരണയെ ഭയന്നുകൊണ്ട് ഒരു ഭാഗത്ത് നരകമലമുറയിട്ട് കരയുമ്പോ മറുഭാഗത്ത് സബാനിയത്തിന്റെ മാലാഖമാര് ഈ ഭൗതിക ലോകത്ത് അല്ലാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചതിന്റെ പേരിൽ ചങ്ങലക്കിട്ടുകൊണ്ട് ഒരു വിഭാഗത്തെ ആളിക്കത്തുന്ന നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പ്രായം ചെന്ന കണ്ണുകുടിയിലേക്ക് വീണുപോയ, തൊലിയെല്ലാം ചൊട്ടിച്ചുളുങ്ങിപ്പോയ വയോവൃദ്ധയായ ഒരു സ്ത്രീയെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരലോക ഭാഗത്തേക്ക് കൊണ്ടുവന്ന് നിർത്തുമത്രേ. ആ പ്രിയപ്പെട്ട സ്ത്രീയെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ശംതാഇൻ സർഖാ, ആ പെണ്ണിന്റെ മുടി വല്ലാതെ നീണ്ടു നിളഞ്ഞു കിടക്കുകയാണ്. ആ സഹോദരിയുടെ ആ സ്ത്രീയുടെ ശരീരത്തിന്റെ ഭാവത്തെ കുറിച്ച് പറയുകയാ, ആര് കണ്ടാലും പേടിച്ചു പോകുന്ന, കണ്ണ് പൊട്ടിപ്പോയ, മുടി പാറി പറന്ന് കിടക്കുന്ന, കണ്ടാൽ ഭയം നിറച്ചു പോകുന്ന രൂപത്തിലുള്ള ഒരു പടുകിഴവിയെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മാലാഖമാരാ വന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യർ ചിലരോട് ചോദിക്കുമത്രേ, ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഇവരെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? മരണപ്പെട്ടു പോയി ഖബറിന്റെ അകത്തിരുന്ന് മഹ്ശറാവൻ സഭയിലേക്ക് എന്തായിരിക്കും എന്റെ വിധിയെന്നറിയാറ് എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് ഭയപ്പെട്ട് അന്താളി ചന്തം വിട്ട് നിൽക്കുന്ന മുഹൂർത്തത്തില് കണ്ണുപൊട്ടിപ്പോയ, മുടിപാറി പറന്ന് കിടക്കുന്ന, കണ്ടാൽ ഭയം സ്ഫുരിക്കുന്ന, മ്ലേച്ഛമായ മോശമായ മുഖമുള്ള ഒരു സ്ത്രീയുടെ, കിഴവിയായ ഒരു സ്ത്രീയുടെ മുഖം കാണിച്ചിട്ട്
രൂപം കാണിച്ചിട്ട് അവരെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോ നഊദു ബില്ലാഹി മിൻ മഅരിഫത്തി ആദിഹി, അല്ലാതെ തളർന്നു നിൽക്കുന്ന ഈ ലോകത്ത്, അല്ലെങ്കിൽ തന്നെ ഭയപ്പാട് മനസ്സിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഈ ലോകത്ത് ആ പെണ്ണിനെ കുറിച്ച് പരിചയമുള്ള ഒരു അവസ്ഥയെ തൊട്ട് അല്ലാഹു ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ, ഒരിക്കലും ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോ മാലാഖമാര് പറഞ്ഞു കൊടുക്കുന്ന വബിഹാ, ഈ പെണ്ണിന് വേണ്ടിയാണ് തനാഹലർത്തും അലൈഹ, ഭൗതിക ലോകത്ത് നിങ്ങൾ കടിപിടി കൂടിയത്, ഈ പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം തർക്കിച്ചത്, ഈ പെണ്ണിന് വേണ്ടിയാണ് വബിഹാ തഖാതഅതുമുൽ അർഹ, ഈ പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ കുടുംബ ബന്ധത്തെ മുറിച്ചു കളഞ്ഞത്, ഈ പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ ഉമ്മയെ മറന്നത്, ഈ ഒരു പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ വാപ്പയെ കൊന്നത്, ഈ ഒരു പെണ്ണിന് വേണ്ടിയാണ് കൂടപ്പറപ്പിന്റെ കഴുത്തിൽ നിങ്ങളെ കടാര കയറ്റിയത്, ഈ ഒരു പെണ്ണിന് വേണ്ടിയാണ് മക്കളെ നിങ്ങൾ കൊന്നൊടുക്കിയത്, ഈ ഒരു പെണ്ണിന് വേണ്ടിയാണ് പരസ്പരം നിങ്ങളെ അസൂയ വെച്ചത്, ഈ ഒരു പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം കലഹിച്ചത്, ഈ ഒരു പെണ്ണിന് വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം തർക്കിച്ചതെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണിനെ വലിച്ചടച്ച് കൊണ്ടുപോയ നരകത്തിന്റെ അടിത്തട്ടിലേക്ക്, ആള് കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയാൻ പോകുമ്പോ ആ പെണ്ണവിടുന്ന് വിളിച്ചു പറയുന്നു, അയിന അത്തുവായി വാശിയായി, എന്നെ പിൻപറ്റിയവരെവിടെ, എന്നെ സ്നേഹിച്ചവരെവിടെ, എനിക്ക് വേണ്ടി തല്ലുണ്ടാക്കിയവരെവിടെ, എനിക്ക് വേണ്ടി കൊലപാതകം നടത്തിയവരെവിടെ, എനിക്ക് വേണ്ടി പണം സമ്പാദിച്ചവരെവിടെ, എനിക്ക് വേണ്ടി മാതാവിനെ ചവിട്ടിയവരെവിടെ, എനിക്ക് വേണ്ടി എല്ലാം മറന്ന് ആനന്ദിച്ചവരെവിടെ എന്ന് ചോദിച്ച് തന്നോടൊപ്പം ഒരു വലിയ ജനസഞ്ചയത്തെ നരകത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ആ പെണ്ണ് നിലവിളിക്കുമ്പോ മാലാഖമാരോട് ആ പ്രിയപ്പെട്ട മനുഷ്യർ ചോദിക്കുന്നു, ആരാണിത് ഞങ്ങൾക്കറിയില്ല, ഇതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഇതാരാണെന്ന് ഞങ്ങൾക്കറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണെന്ന് ആ മലക്കുകൾ മറുപടി പറഞ്ഞ ഹദീസ് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബികൾ മദീനയുടെ മുറ്റത്തിരുന്ന് കരയാ തുടങ്ങി. അല്ലാഹുവേ, പടച്ചവനെ, ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിന്റെ രൂപമായി വന്നതിനെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ ഭൗതിക ലോകമാണ്, ഈ ദുനിയാവാണ്, ദുനിയാവിന്റെ സമയങ്ങളാ, ദുനിയാവിന്റെ രസങ്ങളാ, ദുനിയാവിന്റെ മോടിയാ, ദുനിയാവിന്റെ ആഡംബരങ്ങളാ, ആർത്തിരമ്പുന്ന ദുനിയാവിന്റെ ആർത്തിപ്പണ്ടാരങ്ങളായി ജീവിക്കുന്ന, അത്യാർത്തിയോടെ പണം സമ്പാദിച്ചു കൂട്ടുന്ന, ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ദുനിയാവിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നഷ്ടപ്പെട്ടു പോയ തനതായ രൂപഭാവത്തിലൂടെ ഭൗതിക ലോകത്തിന്റെ രൂപത്തെ അല്ലാഹു മഹ്ശറയിൽ വരച്ചു കാണിക്കുകയാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പൊട്ടച്ചിറയുടെ മനോഹരമായ സ്വർഗീയാരാമത്തിൽ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തിന്റെ ചതിക്കുടികളെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് അല്ലാഹുവിന്റെ ഉന്നതമായ പദവിയിലേക്ക് എത്താൻ കഴിയുക. ഈ ലോകത്ത് ഒരുപാട് ചതിക്കുടികളുണ്ട് പ്രിയപ്പെട്ടവരെ. പെണ്ണിന്റെ രൂപത്തിലുണ്ട്, പണത്തിന്റെ കോലത്തിലുണ്ട്, ആഡംബരത്തിന്റെ രൂപഭാവത്തിലുണ്ട് ഈ ലോകത്തിന്റെ ചതിക്കുടികള്. ആ ചതിക്കുടികള് 4 ഭാഗത്തിലേക്ക് നിന്നെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഒഴിവാക്കി നിങ്ങൾ വെക്കുക. പണം ദുനിയാവിന്റെ സൗന്ദര്യമാണ്, പെണ്ണ് ദുനിയാവിന്റെ സൗന്ദര്യമാണ്, ദുനിയാവിന്റെ ആഡംബരത്തിന്റെ ഒരുപാട് വസ്തുതകളെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പരലോകത്തെ മറന്നുകൊണ്ട് ഭൗതിക ലോകത്തിന്റെ സുഖത്തിന്റെ പിന്നാലെ ഓടുമ്പോ ആരംഭ റസൂൽ പറഞ്ഞു, ഹുബ്ബു ദുനിയാ റഅ്സു കുല്ലു ഖതിആ. പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കുക, ഉമ്മയെ കൊന്നറന്തിനാ, ഉമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന 2 പവന്റെ സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയിട്ട് വേദനയോടെ പ്രസവിച്ച ഉമ്മയെ കൊല്ലാൻ മക്കൾക്ക് മടിയില്ലാത്ത കാലമാണ്, മക്കൾക്ക് മടിയില്ലാത്ത കാലമാണ്. ഒരുമിച്ച് ജീവിച്ച ഒരേ പായിൽ ഉറങ്ങിയ പ്രിയപ്പെട്ട കൂടപ്പുറപ്പിന് വാളുകൊണ്ട് കത്തി കൊണ്ട് കുത്തി അരിഞ്ഞ് തലവെട്ടി ദൂരേക്കറിയാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതെന്താ? ഈ ഭൗതിക ലോകത്തിനോടുള്ള അതിരറ്റുപോയ പ്രേമമാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹുബ്ബു ദുനിയാ, ഈ ദുനിയാവിന്റെ ആഡംബരങ്ങളെ സ്നേഹിക്കുന്നത് റഅ്സു കുല്ലു ഖതിയ, എല്ലാ തെമ്മാടിത്തരത്തിന്റെയും തലയാണ്, പിതാവാണ്. അല്ലാഹുവേ, എത്ര കൊലപാതകങ്ങളാണ് നടന്നത്. താമരശ്ശേരി ചുരത്തിന്റെ മുകൾ ഭാഗത്തിരുന്ന് ഒരു പ്രിയപ്പെട്ട സഹോദരൻ തന്റെ കൂട്ടുകാരന് കഴുത്തറുത്തിട്ട് ശരീരത്തെ കഷണമായി അരിഞ്ഞിട്ട് താമരശ്ശേരി ചുരത്തിന്റെ
മുകൾ ഭാഗത്തിരുന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞെന്തിനെന്നറിയോ? 10-15 വർഷങ്ങളായി ഒരുമിച്ച് വയനാടും മലന്തരുവിൽ പോയിട്ട് ചരക്കുകൾ എടുത്തുകൊണ്ടുവന്ന് കേരളത്തിന്റെ മറ്റു ഭാഗത്ത് കൊണ്ടുവന്ന് ലാഭത്തിന് കച്ചവടം ചെയ്യുന്ന 2 പ്രിയപ്പെട്ട കൂട്ടുകാരാണ്. ഒരാൾ ഒരു ദിവസം ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മറ്റേയാൾ കൊണ്ടുവരില്ല. ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ചാണ് യാത്ര ചെയ്യുക. അങ്ങനെ മണിക്കൂറുകൾ മാറി മാറി വാഹനമോടിച്ച് ക്ഷീണം മറന്നുകൊണ്ട് ഒരുമിച്ച് ജീവിച്ച കൂട്ടുകാര് അവസാനം തമാശക്ക് വേണ്ടി ഒരു കൂട്ടുകാരെടുത്ത ലോട്ടറി 1 കോടി രൂപ ലോട്ടറി അടിച്ചപ്പോ കൂടെ പോകുന്ന കൂടപ്പറപ്പിനേക്കാൾ സ്നേഹമുള്ള കൂട്ടുകാര്, ഇന്ന് വരെ സ്വാർത്ഥതകളില്ലാത്ത, ഇന്ന് വരെ അസൂയയില്ലാത്ത, ഇന്ന് വരെ ഭൗതിക ലോകത്തിനോട് താല്പര്യത്തിന്റെ പേരിൽ പരസ്പരം കലഹിച്ചിട്ടില്ലാത്ത, നല്ല സ്നേഹത്തോടെ നല്ല ഇഷ്ടത്തോടെ പരസ്പരം ഒത്തൊരുമയോടെ ജീവിച്ച കൂട്ടുകാരാണ്, ഒരുമിച്ച് ജോലി ചെയ്യുന്ന കൂട്ടുകാരാണ്. പക്ഷെ എന്തേ സംഭവിച്ചു പോയത്? 1 കോടി രൂപ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ലോട്ടറി അടിച്ചപ്പോ ആ ലോട്ടറി തട്ടിയെടുത്താൽ തനിക്ക് ആ പണം കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് താമരശ്ശേരി ചുരത്തിന്റെ മുകൾ ഭാഗത്ത് പാതിരാത്രി വാഹനം ചെന്ന് നിൽക്കുമ്പോ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുക്കുകയാണ്. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കഴുത്തിട്ടറിയാതെ ഉറങ്ങിപ്പോകുമ്പോ കോഴി അറുക്കുന്ന ലാഘവത്തോടെ ഈ ഭൗതിക ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് ആ കൂടപ്പറപ്പിന്റെ കഴുത്തെറിഞ്ഞിട്ട് താമരശ്ശേരി ചുരത്തിന്റെ മുകൾ ഭാഗത്തിരുന്ന താഴേക്ക് വലിച്ചെറിയുമ്പോ അല്ലാഹുവേ ദുനിയാവ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിരുന്ന് മുത്ത് റസൂൽ വിട പറഞ്ഞു പോകുന്ന സമയത്ത് പരലോകത്ത് വിജയം കുതിക്കുന്ന സഹാബികളുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞത് ഇത്തഖ് ദുനിയാ, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ സൂക്ഷിക്കണേ. ദുനിയാവ് നിങ്ങളെ ചതിക്കാൻ സാധ്യതയുണ്ട്, ദുനിയാവ് നിങ്ങളെ ചതിക്കുടിയിലേക്ക് തള്ളിയിടാൻ സാധ്യതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട പൊട്ടച്ചിറയിൽ വന്നവരെ, ഇന്നത്തെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിലൂടെ ആ ഭൗതിക ലോകത്തിന്റെ ചതിക്കുടികളെ നിങ്ങൾ തിരിച്ചറിയുക. അറിയാതെ വീണു പോകാൻ സാധ്യതയുണ്ട്, വീണു പോയാ പിന്നെ തിരിച്ചു കയറാൻ കഴിയില്ല. എത്രയോ ആളുകളെ ഈ ഭൗതിക ലോകം നശിപ്പിച്ചു കളഞ്ഞതാ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഒരു വലിയ മഴ പെയ്യുകയാണ്, പേമാരി തകർത്തു തിമിർക്കുകയാണ്, ഇടിയും മിന്നലും ഒക്കെ അടിച്ചു തകർക്കുകയാണ്. ആ സമയത്ത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വഴിയിലായി പോയി. എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണമല്ലോ, എവിടെയെങ്കിലും ഒന്ന് കയറി നിൽക്കണമല്ലോ. എവിടെയെങ്കിലും ഒന്ന് പോയി മറഞ്ഞിരിക്കാൻ, ഒന്ന് നനയാറ് വിശ്രമിക്കാൻ വേണ്ടി ഈസാ നബി അലൈഹിസ്സലാം കൊതിക്കുകയാണ്. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കുമ്പോ ഒരു സ്ഥലം കാണുകയാണ്. ഓടിയെത്തി ഒന്ന് അവിടെ കയറിയിരുന്നാലോ, കുറെ സമയം അവിടെ ഇരിക്കുമ്പോ മഴയൊന്ന് ശാന്തമാകും, അപ്പോഴും പുറത്തിറങ്ങാ. ഈസാ നബി അലൈഹിസ്സലാം ഓടി എവിടെ എത്തുമ്പോ വൈദം ഫീഹാ അവിടെ ഒരു വയോവൃദ്ധയായ സ്ത്രീ ഇരിക്കുകയാണ്. ഒരാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തിരിച്ചു വരികയാണ്. ഇനി ഞാൻ അവിടെ ഇരിക്കുന്നത് ശരിയല്ല. ഈസാ നബി അലൈഹിസ്സലാം അടുത്ത സ്ഥലം നോക്കുകയാണ്. അടുത്ത സ്ഥലം നോക്കുമ്പോ ഈസാ നബി അലൈഹിസ്സലാമിന് സന്തോഷമായി അവിടെ നിൽക്കാം. ഓടി അവിടെ എത്തുമ്പോ വൈദം ഫീഹാ കഹ്ഫുൻ, ഒരു ചെറിയ ഗുഹ കാണുകയാണ് താഴെ. ഇവിടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ആ താഴെയുള്ള ഗുഹയ്ക്കകത്ത് കയറിയിരുന്നാൽ സന്തോഷമാണ്. പിന്നെ മഴയെ പേടിക്കണ്ട, പിന്നെ ഇടിയും മിന്നരിയും ഒന്നും സംഭവിക്കില്ല. ഈസാ നബി അലൈഹിസ്സലാം ആ ഗുഹയിലേക്ക് ചെന്ന് പെട്ടെന്ന് ഇരിക്കാൻ പോകുമ്പോ ഫൈദൻ ഫീഹാ അസദുൻ, അവിടെ ഒരു സിംഹം ഇരിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വിഷമമായി. 2 കൈ കൊണ്ട് തലയിൽ ഇങ്ങനെ അടിച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഇലാഹി 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 ജഅൽതു ലികുല്ലി ശൈഇൻ മഅവാ വലം തജഅൽ ലീ മഅവാ. പടച്ചവനെ, അല്ലാഹുവേ, ലോകത്തുള്ള സർവ്വതിനും നീ അഭയസ്ഥലം കൊടുത്തിട്ടുണ്ട് തമ്പുരാനെ. സിംഹത്തിന് കിടക്കാ സ്ഥലമുണ്ട്, ഫക്കീർമാർക്ക് കിടക്കാ സ്ഥലമുണ്ട്. ഈസാ നബിക്ക് ഒരു അഭയസ്ഥാനമില്ലല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് ഈസാ നബി അലൈഹിസ്സലാം മഴയത്തിനൊന്ന് പടച്ചവനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തിരുന്ന് മറുപടി വരുന്നു, യാ റൂഹല്ലാഹ്,
മഅവാക ഫീ മുസ്തഖിരി റഹ്മതി. സിംഹം കിടക്കുന്ന സ്ഥലം ശാശ്വതമല്ല ഈസാ നബിയെ, ആ പെണ്ണിരിക്കുന്ന സ്ഥലം ശാശ്വതമല്ല ഈസാ നബിയെ, അത് ദുനിയാവല്ലേ. ദുനിയാവിൽ ശാശ്വതമായിട്ട് നിങ്ങൾ എത്ര കെട്ടിപ്പൊക്കിയിട്ടെന്താ, എന്തൊക്കെ വാരിക്കൂട്ടിയിട്ടെന്താ, എന്തൊക്കെ സമ്പാദിച്ചു കൂട്ടിയിട്ടെന്താ, ഈസാ നബിയെ കിട്ടേണ്ട അഭയസ്ഥലമേതെന്നറിയുമോ? ഈസാ നബിയെ ശാശ്വതമായി കിടക്കാനുള്ള ഭവനമാണ് ഈസാ നബിയെ നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. അതുകൊണ്ട് ഫീ മുസ്തഖിരി റഹ്മതി, എന്റെ റഹ്മത്തിന്റെ സ്ഥലമാകുന്ന സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗമാണ് ശാശ്വതം നബിയെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, കേവലം കുറെ നോട്ടുകെട്ടുകൾക്ക് വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ മറക്കുമ്പോ എത്ര കൊല്ലമാനടാ ആ നോട്ടുകെട്ടിന്റെ പുറത്ത് നശിച്ചുപോയ ലോകത്ത് നീ ജീവിക്കാൻ പോകുന്നത്. എന്റെ പെങ്ങളെ, നിലക്കണ്ണാടിയുടെ മുമ്പിലേക്ക് ചെന്ന് നിന്ന് ചുണ്ടു ചുമപ്പിക്കുന്നവളെ, കണ്ണ് കറുപ്പിക്കുന്നവളെ, കവിള് കൊഴിപ്പിക്കുന്നവളെ, കാർകൂന്തലിന് ഭംഗി വരുത്തുന്നവളെ, ഈ ഭൗതിക ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാ ബന്ധങ്ങളും മറന്ന് ഇബാദത്തിന് സമയമില്ല, ഖുർആനോടാ നേരമില്ല, ആ രസങ്ങളുടെ പിന്നാലെ ഓടുന്ന പെണ്ണേ, ശാശ്വതമായ പരലോകത്തെ ഭവനത്തിന് വേണ്ടി വല്ലരും ഈ ദുനിയാവിൽ ചെയ്തിട്ടുണ്ടോ? നിനക്ക് ദുനിയാവ് മതിയല്ലോ, ദുനിയാവിന്റെ രസം മതിയല്ലോ, ദുനിയാവിന്റെ സുഖം മതിയല്ലോ, ദുനിയാവിന്റെ ആഡംബരം മതിയല്ലോ, ദുനിയാവിനോടുള്ള ആർത്തി മതിയല്ലോ. പണമുണ്ടാക്കുക, കൊട്ടാരം വെക്കുക, അടിച്ചു പൊളിക്കുക, ആനന്ദിക്കുക, പൊട്ടിച്ചിരിക്കുക, ആഹ്ലാദിക്കുക, അതിരുകളില്ലാതെ തുള്ളിച്ചാടുക. അതിനപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ ശാശ്വതമായ ലോകത്ത് നിനക്ക് തരാൻ പോകുന്ന സുഖം നീ മറന്നു പോകല്ല പൊന്നുമോളെ. ഇന്നലില്ലാഹി ഇബാദൻ ഫുതനാ തുല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. തൃപ്പനച്ചി ഉസ്താദ് ലോകത്തിലെന്ന് വിട പറഞ്ഞപ്പോ ഉസ്താദിന്റെ മയ്യത്തെടുക്കുകയാണ് കുളിപ്പിക്കാൻ വേണ്ടി. ഉസ്താദ് വിരിച്ചു കിടന്നിരുന്ന വിരിപ്പെടുത്തങ്ങോട്ട് കുടയുമ്പോ സ്വർണ്ണ ആഭരണങ്ങൾ നിരത്തി വീഴുകയാണ്, നോട്ടുകെട്ടുകൾ നിരത്തി വീഴുകയാണ്. നിങ്ങൾ കൊണ്ട് കൊടുത്തത് ഈ ഭൗതിക ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കാമായിരുന്നു. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തില്ല, എന്റെ പ്രിയപ്പെട്ടവരെ ചെയ്തില്ല, എന്റെ സഹോദരങ്ങളെ ചെയ്തില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് UAE കടന്നു ചെന്നപ്പോ അവിടുത്തെ ഏറ്റവും വലിയ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഓഫീസിലേക്ക് ചെറുശ്ശേരി ഉസ്താദിനെ വിളിക്കുകയാണ്. സമസ്തയിലെ ഒരു പുതിയ പ്രവർത്തകൻ ചെന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, കേരളത്തിലെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ഒരു ഉണർവാകട്ടെ. ഉസ്താദ് ആ സ്ഥാപനത്തിൽ പോയാൽ ജാമിഅ നൂരിയാക്ക് പൈസ കിട്ടുമല്ലോ, ദാറുൽ ഹുദാക്ക് പൈസ കിട്ടുമല്ലോ, അൻവരിയാക്ക് പൈസ കിട്ടുമല്ലോ, ഞങ്ങളുടെ കേരളത്തിലെ സ്ഥാപനങ്ങളുടെ കട്ടപ്പാട് മാറുമല്ലോ, അവിടെ ആഡംബരത്തോടെ ബിൽഡിങ്ങുകൾ പണിയാൻ പറ്റുമല്ലോ, ഓഡിറ്റോറിയങ്ങൾ കെട്ടിക്കൊടുക്കാൻ പറ്റുമല്ലോ, നല്ല വരുമാനം ഉണ്ടാക്കാൻ സമസ്തയുടെ സ്ഥാപനങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞതാണ്, എന്റെ സ്ഥാപനങ്ങളെ നോക്കാൻ, എന്റെ സ്ഥാപനങ്ങളെ വളർത്താൻ, എന്റെ സ്ഥാപനത്തിന്റെ പട്ടിണി മാറ്റാൻ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പണിയെടുക്കുന്ന പാവപ്പെട്ടവരുടെ നാട്ടിലുണ്ട്. ഹറാമായ പണം കൊണ്ട് തലയിൽ കെട്ടുകെട്ടിയ സമസ്തയുടെ മുത്തലിമീങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ആ മഹാനുഭാവന്റെ പ്രകാശം പരക്കുന്ന സമസ്തയുടെ പ്രഭ തേടിയെത്തുന്ന എന്റെ പ്രിയപ്പെട്ട ക്യാമ്പസിന്റെ മുമ്പിൽ വന്ന ഉമ്മത്തെ, ഈ ദുനിയാവിന്റെ അടവുകൾ പയറ്റി നിങ്ങളെ മയക്കാൻ വേണ്ടി ഇബ്ലീസ് രംഗത്ത് വരുമ്പോ ആ ചതിക്കൊടിയെ തിരിച്ചറിയണേ. അതുകൊണ്ടാണ് മഹാരന്മാര് അല്ലാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചവര്, അവർ അല്ലാഹുവിന്റെ ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളെ ത്വലാഖ് ചൊല്ലിക്കളഞ്ഞവരാണ്. എന്നിട്ട് അവര് പാതിരാവിന്റെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത് കരഞ്ഞവരാണ്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന കൊട്ടാരം പരലോകത്താണ്. ഇവിടെ നിങ്ങൾക്ക് വിലയുണ്ടാവില്ല. ഇവിടെ ഒരു കുറഞ്ഞ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഉസ്താദിനെ നോക്കിയിട്ട് പൊട്ടച്ചിറ റോട്ടിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാര് കൈകൊണ്ട് ഇങ്ങനെ തട്ടുമായിരിക്കും, അല്ലാഹുവേ അല്ലാഹുവേ, സത്യത്തിന്റെ ലോകമുണ്ടല്ലോ,
ധർമ്മത്തിന്റെ ലോകമുണ്ടല്ലോ, നീതി മാത്രം പുലരുന്ന പടച്ചറപ്പിന്റെ കോടതിയുണ്ടല്ലോ. ആ കോടതിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് വല്ലദീന തഖൗ ഫൗഖഹും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവരാണ് ഏറ്റവും ഉന്നതര്, അവരാണ് മിടുക്കന്മാര്, അവരാണ് രക്ഷപ്പെടുന്നവര്. അല്ലെങ്കിൽ തന്നെ ഈ ദുനിയാവിൽ നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ കിട്ടുന്നത്? നിങ്ങൾ സമ്പാദിച്ചതിന്റെ കണക്കൊന്ന് പറയുക. ഈ ദുനിയാവിൽ നിസ്കാരത്തെ മറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച വസ്തുവിന്റെ പേരൊന്ന് പറയുക. അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, വമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ വസീനതുഹാ വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖാ. എവിടെ സിനിമാ നടന്മാരെവിടെ? ദുനിയാവിന് വേണ്ടി ആടിയവരെവിടെ? അഴിഞ്ഞാടിയവരെവിടെ? തുള്ളിയവരെവിടെ? നിങ്ങൾ അവർക്ക് വേണ്ടി കുറെ ജീവിതത്തിന്റെ ഭാഗം നഷ്ടപ്പെടുത്തി കളഞ്ഞവരല്ലേ? അൽഹംദുലില്ലാഹ്, ഞാൻ എടുത്ത സമയത്ത് ലക്ഷദ്വീപിന്റെ തലസ്ഥാനമായ കവരത്തിയില് ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങളോടൊത്ത്, ദാറുൽ ഹുദയിലെ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദവി ഉസ്താദിനോടൊത്ത് പോയി മടങ്ങി വരുമ്പോ എയർപോർട്ടിൽ വന്നിരിക്കുമ്പോ ചാനലിലൂടെ എഴുതി കാണിക്കുകയാണ്, ഒരു സിനിമാ നടി മരിച്ചു എന്ന് എഴുതി കാണിക്കുകയാണ്, ഒരു സിനിമാ നടി മരിച്ചു എന്ന് എഴുതി കാണിക്കുകയാണ്. ആ സമയത്ത് ബഹാവുദ്ദീൻ നദവി ഉസ്താദ് പറയുന്നു, അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിച്ചു, എന്താ ഉസ്താദേ അൽഹംദുലില്ലാഹ് പറഞ്ഞത്? ബാക്കവി രക്ഷപ്പെട്ടില്ലേ? ഈ കേരളമിന് ആ പെണ്ണിന്റെ ശർറിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? ആ പെണ്ണിന്റെ ശർറിയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? ശരിയല്ലേ? എന്റെ പൊട്ടച്ചറ ചെറുപ്പക്കാർക്ക് പറഞ്ഞാ ചിലപ്പോ തിരിയണമെന്നില്ല. എന്റെ പെങ്ങളെ, സീരിയലും സിനിമയ്ക്കും ആഡംബരത്തിനും രസത്തിനും വേണ്ടി ജീവിക്കുന്ന നിന്നോട് ചിലപ്പോ പറഞ്ഞാ തിരിയണമെന്നില്ല. ദുനിയാവിന്റെ സുഖത്തിന് വേണ്ടി ഓടിയവരെവിടെ? ആടിയവരെവിടെ? നൃത്തം ചെയ്തവരെവിടെ? പണം സമ്പാദിച്ചവരെവിടെ? ആഡംബരത്തിന്റെ കോടാനുകൊണ്ട് ആത്മീയരെ വെട്ടി വെട്ടി എറിഞ്ഞിട്ട് പള്ളിയെയും മൗലിയാമാരെയും പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞവരെവിടെ? അല്ലാഹു പടച്ചതമ്പുരാ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആൻ പറയുന്നു, വമാ ഇൻദല്ലാഹി ഖൈറും വഅബ്ഖാ. ആഖിറത്തിലുള്ളത് മാത്രമാണ്, അല്ലാഹുവിന്റെ അടുത്തുള്ളത് മാത്രമാണ് ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇത് ഖുർആൻ പറയുന്നതാണ്. അല്ലാഹുവിന്റെ അടുത്തുള്ളത് മാത്രമേ നിലനിൽപ്പുണ്ടാവുള്ളൂ, ബാക്കി ദുനിയാവിൽ ഒന്നും നിലനിൽപ്പുണ്ടാവില്ല. നമ്മൾ കണ്ണേ പൊന്നെ എന്ന് പറഞ്ഞ് പോറ്റി വളർത്തിയ നമ്മുടെ മക്കൾ, നിലനിൽപ്പുണ്ടോ നമ്മുടെ മക്കൾക്ക്? ഞാനിവിടെ നിങ്ങളോട് ചോദിക്കുകയാണ്, തുറന്ന മനസ്സോടുകൂടി ചോദിക്കുകയാണ്, നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ, അള്ളാഹുവിൻ്റെ കോടതിയിൽ എനിക്ക് ആ മക്കൾ ഉപകാരപ്പെടും എന്ന് ഉറപ്പ് പറയാൻ എത്ര ഉപ്പമാർക്ക് ഇവിടെ സാധിക്കും? എത്ര ആൾക്കൊക്കെ സാധിക്കും? എത്ര ഉമ്മമാർക്ക് സാധിക്കും? ഇപ്പോൾ തന്നെ കുഞ്ഞിനെ മഞ്ഞ് വീഴ്ച കൂടുതലായതുകൊണ്ട് തട്ടം കൊണ്ടും സാരി കൊണ്ടും കർച്ചീപ്പ് കൊണ്ടും ഒക്കെ മൂടി പൊതിഞ്ഞു വെച്ചിരിക്കാൻ പളുങ്ക് പോലെയാണ് നമ്മുടെ മക്കളെ നാം കാത്തു സൂക്ഷിക്കുക. പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ ആ മക്കൾ എനിക്ക് ഉപകാരപ്പെടും എന്ന് ഉറപ്പ് പറയാൻ, നെഞ്ചിൽ കൈവച്ച് ഉറപ്പ് പറയാൻ ഒരു ഉമ്മാക്ക് സാധിക്കുമ്പോഴാണ് ആ മകൻ ആഖിറത്തിന് വേണ്ടിയാകുന്നത്. അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടിയാ. ആ മക്കളുടെ വിലയറിയാത്തത് കൊണ്ടല്ലേ തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങൽ പാലത്തിന്റെ മുകൾ ഭാഗത്തിരുന്ന് ഒരു പ്രിയപ്പെട്ട ഉമ്മ 2 വയസ്സുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് എടുത്തെറിഞ്ഞു. എന്നിട്ട് ഉമ്മ ചാടി. 7 വയസ്സുമുള്ള ആ മക്കളോട് ചാടാൻ പറഞ്ഞു, അവർ ചാടിയില്ല. ആ മക്കൾ അവസാനം ഉമ്മയോട് പറഞ്ഞു അത്രേ, കുഞ്ഞു വാവയെ ഞങ്ങൾക്ക് കൊല്ലണ്ടുമ്മ. ഉമ്മ പറഞ്ഞു, ഇനി നമുക്ക് ജീവിക്കാൻ കഴിയില്ല, ബിസിനസ് തകർന്നിരിക്കാൻ, ഗൾഫിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പിന്നെ കുഞ്ഞിനെ എറിയുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് മുത്തം കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ 2 മക്കൾ സ്വന്തമായി കളിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുഞ്ഞുവാവയുടെ കൂടെ കാത്തിരുന്ന് കിട്ടിയ ആ തങ്കക്കൂടത്തെ കവളത്ത് മുത്തം കൊടുത്ത് പുഴയിലേക്ക് വലിച്ചെറിയുമ്പോ, എൻ്റെ സഹോദരങ്ങളെ, ദുനിയാവ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അള്ളാഹുവിൻ്റെ കോടതിയെക്കുറിച്ചോ മക്കളുടെ വിലയെക്കുറിച്ചോ ഒന്നും അറിയാത്തത് കൊണ്ടാണ്. നമുക്കറിയാത്തത് കൊണ്ടാ നമുക്കതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയില്ല, അല്ലേ? ഒരു പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞത്, എൻ്റെ പൊന്നുമോനെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ നിർത്തി ഒരു ആലിമാക്കണമെന്ന അതിയായ കൊതിയുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പൊന്നുമോന് ഇപ്പോൾ ഈ അടുത്ത സമയത്തായി ചെവി കേൾവി കുറഞ്ഞു വരികയാണ്.
ഉസ്താദുമാരെ സ്ഥാപനത്തിൽ കൊണ്ടാക്കുമ്പോൾ കൂടെ പഠിക്കുന്നവർ അവരെ കളിയാക്കും, അവരെ കുറ്റപ്പെടുത്തും. ഇനി അങ്ങനെയുള്ള ദീനീ സ്ഥാപനം അന്വേഷിച്ച് എൻ്റെ മോനെ കൊണ്ടുവന്നാക്കണം. ഞാൻ വളരെ കൊതിച്ചിരുന്നു ഉസ്താദേ, ഞാൻ മരിക്കുമ്പോ എൻ്റെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുന്ന പൊന്നുമോൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം, അല്ലാഹുവിന്റെ ഖുർആൻ ഓതി ഖബറിന്റെ അകത്ത് കൊണ്ടുവച്ചിട്ട് മാറിയിരുന്ന് കരയണമെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചുപോയി. എനിക്ക് കഴിയുമോ എന്നറിയില്ല. തങ്ങളുടെ കയ്യിൽ നിന്ന് ഹാഫിളായതിന് വേണ്ടിയിട്ട് അവാർഡ് ഏറ്റുവാങ്ങിയ പൊന്നുമോനെ, നീ ഭാഗ്യവാനാണ്. പക്ഷേ നിന്റെ ഭാഗ്യം നശിപ്പിക്കല്ലേ, നിന്റെ ഭാഗ്യം ദുനിയാവിന്റെ രസങ്ങളുടെ പിന്നാലെ പേ പിടിച്ചവരോടുമ്പോ അതിന്റെ പിന്നാലെ ഓടിയിട്ട് എന്റെ പൊന്നുമോനെ നശിപ്പിച്ചു കളയല്ലേ. ദുനിയാവിലുള്ള സർവ്വതിനെയും അല്ലാഹു തരം താഴ്ത്തും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേര് അലുബാ. നബി തങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു, വലിയ സ്പീഡായിരുന്നു ആ ഒട്ടകത്തിന്. ഇന്നലെ തന്ന കവറൊക്കെ തിരിച്ചു കൊടുത്തായിരുന്നു, എല്ലാവരും കൊടുത്തോ? ഇന്നെല്ലാം ഈ വാതിനിടയിൽ നടത്തണം, വാതിൽ നിർത്തിയിട്ടുള്ള പിരിവൊന്നുമില്ല. മുത്താജി കവറൊക്കെ കൊടുത്തോ? ആ, കവർ കൊടുക്കാത്തവരുണ്ടെങ്കിൽ കവർ വാങ്ങാൻ വേണ്ടി മാത്രം ഇപ്പോൾ വാളണ്ടിയേഴ്സ്, ബക്കറ്റ് കളക്ഷൻ അല്ല കേട്ടോ, ഷാവുലമീദൻ വരി, ബക്കറ്റ് കളക്ഷൻ അല്ല, കയ്യിൽ കവർ വാങ്ങാം, കൈ കൊണ്ട് മാത്രം പോയാൽ മതി. ബക്കറ്റ് ഇപ്പോഴല്ലേ എടുക്കുക, ബക്കറ്റിൻ്റെ സമയമുണ്ട്. കവർ വാങ്ങാൻ വേണ്ടി മാത്രം സഹോദരിമാരുടെ ഭാഗത്തും ഈ സഹോദരങ്ങളുടെ ഭാഗത്തും എല്ലാം അവിടെ നിൽക്കുന്ന സഹോദരങ്ങൾ ദയവ് ചെയ്ത്, ഇന്ന് ഏലംകുളം ബാപ്പു ഉസ്താദിൻ്റെ ദുആയൊക്കെയുള്ള ദിവസമാണ്, വിഷമം തോന്നരുത്. നിങ്ങൾ ദയവ് ചെയ്ത് ബീവി ഉമ്മയുടെ പൊരുത്തത്തിന് വേണ്ടി ഈ കോമ്പൗണ്ടിലേക്ക് കടന്നിരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്താണ്. പൊട്ടച്ചിറത്ത താത്തമാരെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ അവിടെ ഇരിക്കണ്ട, കുറച്ചും കൂടി നീങ്ങിരുന്നുള്ളൂ. അവിടെ ആരും ഇരിക്കുന്നില്ല, അത്ര പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ നിൽക്കുന്നവർ, നിങ്ങൾ പോകുന്നത് എനിക്ക് വിഷമമുണ്ടായിട്ടില്ല, പക്ഷെ നിൽക്കുമ്പോൾ ഒരു പൊരുത്തക്കേട് വെറുതെ നമ്മൾ പിന്നെ വാങ്ങുന്നത് എന്തിനാണ്? ഒരാവശ്യമില്ലാതെ ഒരു പൊരുത്തക്കേട് ഒരു സദസ്സിൽ നിന്ന് വാങ്ങുന്നത് എന്തിനാണ്? ചില ഉസ്താദന്മാർക്ക് ഇങ്ങനെ ജനങ്ങൾ 4 സൈഡിൽ നിൽക്കുമ്പോൾ ഒരു വലിയ എനിക്ക് അങ്ങനെ വലിയ ആവശ്യമൊന്നും വരില്ല, അതിനുവേണ്ടി നിൽക്കേണ്ട. അപ്പോൾ നമുക്ക് ഈ സദസ്സിലേക്ക് കടന്നിരുന്നാൽ വലിയ സന്തോഷമാണ്, വലിയ പൊരുത്തമല്ലേ. ഞങ്ങളൊക്കെ എത്ര ആഗ്രഹിച്ചിട്ടാണ് ഈ സദസ്സിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി വരിക. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ പ്രസംഗിപ്പിച്ച് നിങ്ങളെ മര്യാദ പഠിപ്പിക്കാനും അങ്ങനൊന്നുമല്ല, ഒരു ബറക്കത്താണത്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. അള്ളാഹു ഞാൻ ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പറയുന്നത് എന്തിനാണെന്ന് നിങ്ങൾ കരുതിയത്? ബീവിമായെക്കുറിച്ച് അത് എൻ്റെ നേട്ടത്തിന് വേണ്ടിയാണ്, നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ല. ഞാൻ ഓരോ വാക്കുമ്മയെക്കുറിച്ച് പറയുമ്പോഴും അവിടുത്തെ ഓരോ പൊരുത്തവും നേട്ടവും എനിക്ക് അള്ളാഹു തരും, അല്ലേ? അതുകൊണ്ട് കടന്നിരുന്നോളി, അൽഹംദുലില്ലാ, നല്ല മനസ്സോടെ കടന്നിരുന്നോളൂ. യുവാക്കളല്ലേ, എത്ര അപകടങ്ങൾ, ദുരന്തങ്ങൾ, അസുഖങ്ങൾ, ഈ ഒരു ഇരുത്ത കൊണ്ട് അതൊക്കെ മാറിയ വലിയ നേട്ടവും പുണ്യവുമല്ലേ. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. അതുകൊണ്ട് കവറുകൾ ഇന്നലെ വാങ്ങിയവർ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അവരുടെ കയ്യിൽ ആ കവറുകൾ മാത്രം വേഗം തിരിച്ചു കൊടുത്താൽ മതി. അതിൽ ചിലപ്പോൾ എല്ലാവരും 1000 രൂപ ഇട്ടിട്ടുണ്ടാവില്ല, എന്നാലും സാരമില്ല, അൽഹംദുലില്ലാ, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്തു. സഹോദരിമാരുടെ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ, കവറിൽ 1000 രൂപ ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വർണ്ണ ആഭരണങ്ങൾ എന്തെങ്കിലും, എല്ലാം ഇതിനു വേണ്ടിയാണ്, ഈ സ്ഥാപനത്തിന് വേണ്ടി എല്ലാം കൂടി കൂട്ടി വെച്ച് എല്ലാം കൂടി തിട്ടപ്പെടുത്തിയിട്ട് അവസാനം യൂസുഫ് ഉസ്താദ് ഒരു വിളിയുണ്ട്, കാളിയാരുമായിട്ട് ചേർന്നിരുന്നിട്ട്, ഇവിടുത്തെ വാക്കവി ഈ വർഷത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. എന്തൊരു നല്ല പ്രവർത്തന സഹോദര, സങ്കടം വരികയാണ്. ഒരു ചില്ലി കാശ് അനാവശ്യമായിട്ട് അനാമത്തെ ചിലവ് പോവാതെ എത്ര രൂപ വന്നു വാക്കു. ഞങ്ങൾ ഇനി അടുത്ത അതിൻ്റെ വർക്ക് തുടങ്ങാൻ, ഇത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി തുടങ്ങാണ്. അവർ കിട്ടുന്നത് അങ്ങനെ ഉപകാരപ്പെടുത്താണ്. ഇത്രയും വിശ്വാസത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഈ പുണ്യം അൽഹംദുലില്ലാ നേട്ടം തന്നെയാണ്. 1 ലക്ഷം പറഞ്ഞോളോ ഇവിടെ? ഹംസാജി ഇൻഷാ അല്ലാഹ്, ബാക്കി പിന്നെ പറഞ്ഞോളൂ. ബാക്കി പിന്നെ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് സാമ്പത്തിക വളർച്ച തരട്ടെ. സമസ്തയുടെ സ്ഥാപനങ്ങൾ ഇപ്പോൾ ജാമിയ നൂരിയയിൽ മജ്ലിസുകൾ നടക്കുമ്പോൾ എത്ര പുണ്യം, മജ്ലിസ് നൂർ നടക്കുമ്പോൾ ഇവിടെ ഇന്ന് പകൽ മൗലൂദ് നടന്നു, സലാത്ത് നടക്കുന്നു, എന്തൊക്കെ നേട്ടങ്ങൾ. അൽഹംദുലില്ലാ, ഒരു വലിയ ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. അത് ഉസ്താദ് എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞാൽ മതി. ഈ കവർ വാങ്ങട്ടെ, പെട്ടെന്ന് ആമീൻ പറഞ്ഞു. അള്ളാന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ കഥ പറയാൻ പോകുന്നു. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, നാലകത്ത് ഹംസഹാജി, പടച്ചവനെ, ഒരുപാട് ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന കരമാണ്. അൻവരിയ ക്യാമ്പസിലേക്കും ആ സഹോദരന്റെ സാമ്പത്തികത്തിന്റെ ഒരു ഭാഗം എത്തിയിരിക്കുന്നു. 1 ലക്ഷം രൂപ നിയ്യത്ത് ചെയ്തിരിക്കുന്നു. തമ്പുരാനെ,
എത്രയും പെട്ടെന്ന് കൊടുത്ത് പടച്ചവനെ ഒരു 10 കുട്ടികൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലത്തിന് വേണ്ടി ആ സാമ്പത്തികത്തെ ചിലവഴിക്കാൻ നാദാ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഇന്നലെ പറഞ്ഞ ഒരു 12,000 പറഞ്ഞ പാവപ്പെട്ടവൻ ഇന്ന് പകൽ സമയത്ത് തന്നെ കാണാമെന്നു. അല്ലാഹുവേ, ഒരു പൊട്ടിയ ഓട്ട ഓടിക്കുന്നവനാണ് ഉസ്താദേ, എനിക്ക് ഗതിയില്ല. പക്ഷേ ആ 12,000-ല് ആദ്യം കൊടുക്കുന്നയാള് ഞാനായിരിക്കും ഉസ്താദേ, ആദ്യം കൊടുക്കുന്നയാള് ഞാനായിരിക്കും. എനിക്ക് വേറൊന്നും അല്ലാഹുവിന്റെ പരലോകത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആദ്യം കൊടുക്കുന്നയാള് ഞാനായിരിക്കുമെന്ന് ഇന്നലെ 30 പാവപ്പെട്ടവർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അൽഹംദുലില്ലാഹ് ആ പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ദുബായിൽ നിന്ന് നിഷാദ് എന്ന ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ നെറ്റിലൂടെ വാത് കേട്ടയാളാ, ഇന്ന് എന്നോട് നേരിട്ട് പറയാൻ വേണ്ടി ഫോണിലൂടെ പറഞ്ഞു, ഉസ്താദെ 12,000-ൽ എൻ്റെ പേരും കൂടി ചേർക്കണമെന്ന് പറഞ്ഞു. നിഷാദ് ദുബായ് തിരുവനന്തപുരം എഴുതിയിരുന്നാൽ മതി, അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് വേണ്ടി ദ്വാരക്കണം, സുഖമില്ലാതെ ഹോസ്പിറ്റലില്ലാന്ന് പറഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വേറൊന്നും ഞാൻ അപ്പുറത്ത് വാഗ്ദാനമൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല, നമുക്കതിനുള്ള നേരമില്ല. അതെന്തായാലും കുറച്ച് പറയണമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് ഈ സഹോദരിമാരൊക്കെ വന്നത്. കവർ എല്ലാവരും കൊടുക്കണം. എല്ലാ സഹോദരിമാരും ഇൻഷാ അല്ലാഹ് സാമ്പത്തിക സഹായം ഈ സ്ഥാപനത്തിന് നിർബന്ധമായും ചെയ്തു കൊടുക്കണം, നമ്മളെ കൊണ്ട് കഴിയുന്നത്. വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് ഉസ്താദിനോട് സ്റ്റേജിലിരിക്കുന്നവരും ഈ സദസ്സിലിരിക്കുന്നവരൊക്കെ 50,000 1 ലക്ഷമൊക്കെ പറയാനുണ്ടെങ്കിൽ ചെറിയ ഒരു തുണ്ടിലങ്ങോട്ട് എഴുതി കൊടുത്താൽ ഉസ്താദ് ഇടയ്ക്ക് തരും. ഇതുപോലെ നിർത്തിയിട്ട് സലാത്തിൽ ദുആരക്കും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആഗ്രഹമുള്ളവർ മാത്രം, ഒരാളെയും പ്രത്യേകിച്ച് പറഞ്ഞ് വാങ്ങിപ്പിച്ചിട്ടൊന്നും നേട്ടങ്ങളില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ എനിക്ക് അള്ളാഹു തന്ന കഷ്ടപ്പാട്, എൻ്റെ ജീവിതം, എൻ്റെ ത്യാഗം, അതിൽ നിന്ന് ഒരു വിഹിതം ഞാനിങ്ങനെ മാറ്റുമ്പോൾ എന്തായാലും ഇതൊരു പൊരുത്തത്തിൻ്റെ സ്ഥാപനമാണ്. അപ്പോൾ അത് അൽഹംദുലില്ലാഹ് നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കി തരുള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ ഇവിടെ ദീനി പ്രബോധനം നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ട്, അന്ന് ഇതുപോലെ ക്യാമ്പസുകളില്ല, ഇതുപോലെ ലൈറ്റും വെളിച്ചമൊന്നുമില്ല. കാട് പിടിച്ച് കിടക്കുന്ന കേരളത്തിൻ്റെ മണ്ണിൽ ചെറിയ ചെറിയ റോഡുകൾ, ആ റോഡിൻ്റെ സൈഡിൽ സ്വന്തം കൈ കൊണ്ട് 4 കുഴി കുഴിക്കാണ് ഒരു ദിവസം റോഡിൻ്റെ 4 സൈഡിലായിട്ട്. വഴിയെ പോകുന്നവരൊക്കെ നോക്കാൻ ആരെക്കുറിച്ചായി പറയുന്നത്. എന്നിട്ട് 4 തൂണ് കുഴിച്ചിട്ടു, എന്നിട്ട് സ്റ്റേജ് കെട്ടി അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ബഹുമാനപ്പെട്ടവർ പുത്തൻവാദികൾക്കെതിരെ സമസ്തയുടെ ആദർശ പ്രഖ്യാപനത്തിൻ്റെ മൂർച്ചയുള്ള, കഠാരയേക്കാൾ മൂർച്ചയുള്ള വാക്കുകളെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, മുത്തു നബിയോടുള്ള മഹബത്തിന് വേണ്ടി പ്രഭാഷണവും പ്രബന്ധവും ഒക്കെ അവതരിപ്പിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും അറിവ് അധികരിപ്പിക്കാനും വളർത്താനും വേണ്ടി കഷ്ടപ്പെടുന്നു നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം അൽബാ എന്ന ഒട്ടകം, അതിനെ മുൻകടക്കാൻ ഒരു ഒട്ടകവുമില്ല. സഹാബികൾക്ക് വലിയ സന്തോഷമാണത്. എപ്പോഴും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പിൽ നിൽക്കുക എന്നത് തന്നെയാണ് അവർ ആഗ്രഹിക്കുക. ആ കണ്ണ് നിറയുന്നത് അവർക്ക് ഇഷ്ടമല്ല, ആ കണ്ണ് നനയുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. ആ പ്രിയപ്പെട്ട സഹാബികൾ ഒരിക്കൽ നോക്കുമ്പോൾ ഒരു അറാബിയാര മനുഷ്യൻ ഒരു ഒട്ടകത്തെയും കൊണ്ടുവരികയാണ്. ആ അറാബിയാര മനുഷ്യനൊരു ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോഹരമായ ഒരൊട്ടകവും ഇന്ന് വരെ പരാജയപ്പെടുത്തിയിട്ടില്ലാത്ത ഒട്ടകത്തിനോട് അറാബിയുടെ ഒട്ടകം ഇങ്ങനെ യാത്ര ചെയ്തിട്ട് മത്സരം നടത്തി. ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം പരാജയപ്പെടുന്ന രംഗം കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് വശഖ ദാലിക അലൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടായി, വിശ്വാസികൾ സഹാബികൾക്ക് അത് വലിയ സങ്കടമായി. അവർക്ക് പ്രയാസമേറി വന്നു. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ നോക്കുമ്പോൾ സഹാബികളൊക്കെ കരയുകയാണ്, സഹാബികളൊക്കെ കണ്ണീരൊഴുക്കുകയാണ്. ആരംഭ റസൂലിനോട് ചെന്തേ പ്രിയപ്പെട്ട സഹാബത്തെ നിങ്ങൾ കരയുന്നത്? സഹാബികൾ പറയുന്നു, യാ ഹബീബല്ലാഹ്, അങ്ങയുടെ ഒട്ടകം മാറിപ്പോയല്ലോ നബിയേ, അങ്ങയുടെ ഒട്ടകം പരാജയപ്പെട്ടത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല നബിയേ, അങ്ങയുടെ ഒട്ടകം തോറ്റുപോയത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്നഹു ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യർഫഅ ശൈഅൻ മിനദ് ദുനിയാ ഇല്ലാ വലഹു.
ഈ ഭൗതിക ലോകത്ത് ഏത് വസ്തുവിന് അല്ലാഹു പവർ കൊടുത്താലും, ഏത് വസ്തുവിന് അല്ലാഹു കഴിവ് കൊടുത്താലും, ഏത് വസ്തുവിന് അല്ലാഹു ഗമ കൊടുത്താലും ഇല്ലാ വളഅഹു, അതിനെ അല്ലാഹു താഴ്ത്തുക തന്നെ ചെയ്യുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ. ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരമാകുന്ന, ഈ ഭൗതിക ലോകത്തിന്റെ രസമാകുന്ന വസ്തുക്കൾക്ക് ആദ്യം കുറെ പവറും ഗമയും ഒക്കെ അല്ലാഹു കൊടുക്കുമെങ്കിലും ഇല്ല വലഅഹുല്ലാ, അതിനെ അല്ലാഹു താഴ്ത്തുന്നതാണ്. എന്ത് തന്നെ ഉണ്ടെങ്കിലും അല്ലാഹു താഴ്ത്തിക്കളയുന്നതാണ്. ഈ ഭൗതിക ലോകത്ത് എത്ര നേട്ടങ്ങൾ ആര് കൈവരിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ താഴ്ത്തിക്കളയുന്നതാണ് എന്ന് മുത്തറസൂൽ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ പിന്നെ എന്തിനാണ് അതിനു വേണ്ടി ഓടുക, പിന്നെ എന്തിനാണ് അതിനു വേണ്ടി ചാടുക? ഈ ദുനിയാവിൽ എന്ത് നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും എന്റെ പ്രിയപ്പെട്ടവരെ അത് താഴ്ത്തിക്കളയുമെന്ന് ആരംഭ റസൂൽ പറയുമ്പോ അല്ലാ അഖിലലഹു, പിന്നെയും ആ ദുനിയാവ് വാരിക്കൂട്ടുന്നവര് ബുദ്ധിയില്ലാത്തവരാണെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകത്ത് നിങ്ങളൊന്ന് സമ്പാദിക്കണ്ട എന്നല്ല. പിന്നെ ഖിയാമത്ത് നാളിൽ ദുനിയാവിനെ കൊണ്ടുവരും. ദുനിയാവിൽ നിന്ന് അല്ലാഹുവിന് വേണ്ടി ഉള്ളതിനെ മാത്രം സ്വർഗത്തിലേക്ക് മാറ്റുക, ബാക്കിയുള്ളതിനെ നിങ്ങൾ നരകത്തിലേക്ക് എറിയുക എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൗതിക ലോകത്തെ കൊണ്ടുവന്നിട്ട് വിളിച്ചു പറയും. അള്ളാഹുവിന് വേണ്ടിയുള്ളത് എന്താ? ഇപ്പോൾ ഇവിടെ അലവി സാഹിബ് കോടിക്കണക്കിന് രൂപ ചിലപ്പോൾ സമ്പാദിച്ചിട്ടുണ്ടാവും, ഒരുപാട് വസ്തുക്കൾ ഉണ്ടാകും. പക്ഷേ അള്ളാഹുവിന് വേണ്ടി 1 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിന് നീത്തിയത് അംസാജിയെ പോലെ, ഇന്നലെ പറഞ്ഞ സഹോദരനെ പോലെ, ഇന്നലെ നിങ്ങൾ കൊടുത്ത 10 രൂപയും 20 രൂപയും 50 രൂപയും 10,000 രൂപയൊക്കെ പോലെ, സഹോദരിമാരുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങളെ പോലെ നിയ്യത്ത് പോലെ ഇരിക്കും. അല്ലാതെ എൻ്റെ പേരൊന്നറിയട്ടെ, എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയട്ടെ, അങ്ങനെയല്ല. നമ്മുടെ നിയ്യത്ത് പോലെയാണ്. അപ്പൊ നല്ല മനസ്സോടുകൂടി അത് മാറ്റിവെക്കുമ്പോ അത് ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയാ. അതുമാത്രം സ്വർഗത്തിലേക്ക് പോകട്ടെ, ബാക്കിയുള്ളത് നരകത്തിലേക്കെന്ന് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുമ്പോ ആവശ്യമില്ലാതെ ദുനിയാവിന്റെ ആഡംബരം വെറുതെ ഒരു രസത്തിന് വേണ്ടി വാരിക്കൂട്ടുന്നവർ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ അതാണ്. അതുകൊണ്ട് ദുനിയാവിന് വേണ്ടി ചില കാര്യങ്ങൾ, ആഖിറത്തിന് വേണ്ടി ദുനിയാവിന്റെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. ആഖിറത്തിന് വേണ്ടി ഭൗതിക ലോകത്തെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കണം. ദുനിയാവിൻ്റെ 4 കാര്യം ആഖിറത്തിൻ്റെ 4 നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റണം എന്നാണ്. ഇൻഷാ അല്ലാഹ് എൻ്റെ സഹോദരിമാർ പഠിച്ചു വെച്ചോ. ഇന്നലെ പൊട്ടച്ചിറയിൽ വന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മബെങ്ങന്മാരിൽ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടുവല്ലോ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഉസ്താദേ നന്നായിരുന്നു, പഠിക്കാനുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ പോലുള്ള സാധാരണക്കാരായ സഹോദരിമാര് വന്നിരിക്കുമ്പോ ഞങ്ങളുടെ മനസ്സിനൊരു വെളിച്ചം കിട്ടാൻ വേണ്ടി, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ബീവിയുമ്മാടെ കറാമത്ത് കൊണ്ടൊരു വാള് പറയണമെന്ന് പറഞ്ഞ ഉമ്മാ പഠിച്ചോ. ദുനിയാവിന്റെ 4 കാര്യങ്ങൾക്ക് വേണ്ടി, ആഖിറത്തിന്റെ പ്രധാനപ്പെട്ട 4 കാര്യം നേടാൻ വേണ്ടി ദുനിയാവിന്റെ 4 കാര്യത്തെ നിങ്ങൾ മാറ്റിവെച്ചോ എന്ന് മഹാന്മാര് നിങ്ങളോട് വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് പ്രധാനപ്പെട്ട 4 കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ, ആ 4 കാര്യത്തിന് വേണ്ടിയാണ് ഔലിയാക്കൾ പോരാടിയത്. ആ 4 കാര്യത്തിന് വേണ്ടിയാണ് പാതിരാ സമയം മഹാന്മാര് പൊട്ടിക്കരഞ്ഞത്. ആ 4 കാര്യത്തിന് വേണ്ടിയാണ് അൻവരിയാ സ്ഥാപനം വേണമെന്ന് ബീവിയുമ്മ കൊതിച്ചു പോയത്. ആ 4 കാര്യത്തിന് വേണ്ടിയാണ് ഈ മുത്തഅല്ലിമീങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഇവിടെ പറഞ്ഞു വിട്ട് പഠിപ്പിച്ചത്. അശ്ശഹ്വത്തു ഇലൽ ജന്നാ, വികാരങ്ങളെ, വൈകാരിക ചിന്തകളെ സ്വർഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കണേ. വികാരം വരേണ്ടത് സ്വർഗത്തിന് വേണ്ടിയാ. ദുനിയാവിന് വേണ്ടി വികാരം വന്നാ നിങ്ങൾ തോറ്റുപോകുമെന്ന് മഹാന്മാര് പറയുകയാണ്. അതുകൊണ്ടാണല്ലോ ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ സഹാബികൾ പിന്തിരിഞ്ഞോടുമ്പോ സ്വർഗത്തിന്റെ വാസന എന്റെ മൂക്കിലെത്തുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ, ശത്രുക്കളുടെ മുമ്പിലേക്ക് ആൺകുട്ടിയെ പോലെ ഇരച്ചു കയറിയിട്ട് പച്ച
പച്ചക്ക് വെട്ടിയെറിഞ്ഞ് ദൂരേക്ക് എറിയുമ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ആ പൂച്ചുണ്ടുകൾ കിടക്കുന്ന ഉഹദിന്റെ രണാകണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ആ പൊന്നുവാര സഹാബിയുടെ മുഖകമലം എടുത്ത് മുത്തം കൊടുത്തരെന്തുകൊണ്ടാ അശ്ശഹവാതു ഇലൽ ജന്ന, സ്വർഗത്തിന് വേണ്ടി ദുനിയാവിന്റെ വികാരത്തെ മാറ്റിവെച്ചത് കൊണ്ടാ. ആരംഭ റസൂല് മുത്തം കൊടുത്ത ഒരു മയ്യത്തുണ്ട് പ്രിയപ്പെട്ടവരെ, ആരംഭ റസൂല് മുത്തം കൊടുത്ത ഒരു മയ്യത്തുണ്ട്. അറിയോ എന്റെ പൊട്ടച്ചിറയിൽ വന്ന ചെറുപ്പക്കാരാ, നിനക്കറിയോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തം കിട്ടുന്ന മയ്യത്തെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാഗ്യമാ. സഹാബികൾ പറഞ്ഞു മാഷാ അല്ലാഹ്, ആരംഭ റസൂലേ, സ്നേഹനായകരെ, ആ മയ്യത്തിന്റെ മുഖത്തേക്ക് ചുണ്ടുകൾ അമർത്തി മുത്തം കൊടുത്തു പോയി. അതാരെന്നറിയോ? മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ. നബിതങ്ങളോട് ഉസ്മാൻ ഇബ്നു മൽഊനിന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്ന് പരാതി പറഞ്ഞല്ലോ, എന്നോട് മിണ്ടുന്നില്ല, എന്നോട് സംസാരിക്കുന്നില്ല, എന്റെ അടുത്ത് വന്നിരിക്കുന്നില്ല നബിയേ. അവിടെ ഒന്ന് വിളിച്ചൊന്ന് അന്വേഷിക്കുക. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ദുനിയാവിന്റെ സുഖമല്ലേ, ദുനിയാവിന്റെ രസമല്ലേ, എനിക്ക് പേടിയാവുകയാണ്, എനിക്ക് പേടിയാവുകയാണ്. അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമ്പോ ഈ സമയം പാഴായി പോയെന്നറിഞ്ഞാൽ എനിക്ക് സങ്കടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാൻ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ഇരിക്കുന്നത് തെറ്റല്ല, മക്കളെ വളർത്തുന്നത് തെറ്റല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് പാറയോട് മണ്ണിനോട് കല്ലിനോട് മത്സരിക്കുന്നത് തെറ്റല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടും സമാധാനം കിട്ടാതെ ഉറക്കിലും ഊണിലും അല്ലാഹുവിന്റെ ചിന്ത. ആ ഉസ്മാൻ ഇബ്നു മൽഊൻ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയപ്പോ മുത്തുനബി ഓടി ചെല്ലുകയാണ്, മുത്തുനബി ഓടി ചെല്ലുകയാണ്. എന്നിട്ട് കവിളത്തൊരു മുത്തം കൊടുക്കുകയാണ്, കവിളത്തൊരു മുത്തം കൊടുക്കുകയാണ്. അല്ലാഹുവേ, ദുനിയാവിന്റെ വൈകാരികമായ ചിന്തയെ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ മാറ്റുക. വന്നൗമ ഇലൽ ഖബരി, ഉറക്കത്തെ ഖബറിന് വേണ്ടി മാറ്റുക. അല്ലാഹുവേ, ബീവി ഉമ്മാടെ ഹലറത്തിൽ ഈ ആണ്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉറക്കമൊഴിക്കുന്നത് ഞങ്ങളുടെ ഖബറിന്റെ സന്തോഷത്തിന് ഒരു കാരണമാക്കണേ അല്ലാഹ്. വലിയ നേട്ടമാണ് ഈ ദുആ. എല്ലാവരും പറഞ്ഞു, അല്ലാഹുവേ, പടച്ചവനെ 1 മണി വരെ, പടച്ചവനെ 12:30 വരെ എലങ്കുളം ബാപ്പു ഉസ്താദ് ദുആ ചെയ്ത് ദിക്റ് ചൊല്ലി ദുആ ചെയ്യുമ്പോ ആ ദുആയിനൊന്ന് ആമീൻ പറയാൻ വേണ്ടിയിട്ട് ക്ഷീണം മറന്നുകൊണ്ട് ആണും പെണ്ണുമായിട്ട് ക്യാമ്പസിന്റെ തിരുമുറ്റത്ത് സമയം ചെലവഴിക്കുന്നത്, ഇതിൽ മുറ്റിപ്പോയ ഭീതി നിറഞ്ഞു പോയ ആരോരുമില്ലാത്ത ഖബറിന്റെ അകത്തെ വെളിച്ചത്തിന് നീ ഒരു കാരണമാക്കണേ അല്ലാഹ്. വന്നൗമ ഇലൽ ഖബരി, ഉറക്കത്തെ ഖബറിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിന്റെ പരലോക യാത്രയുടെ 1ാമത്തെ വീടായ ഖബറിന് വേണ്ടി മാറ്റുക. ദുനിയാവിന്റെ സുഖങ്ങളെ നിങ്ങൾ സിറാത്ത് പാലത്തിന് വേണ്ടി മാറ്റിവെക്കുക. നബിതങ്ങൾ പറഞ്ഞല്ലോ, എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ കിടക്കുന്നത് വരെ ഞാൻ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നോക്കിയിരിക്കും. വീഴാൻ പോകുമ്പോ ഞാൻ കരയും. കാല് തെറ്റി നരകത്തിലേക്ക് വീഴാൻ എന്റെ ഉമ്മത്തിൽപ്പെട്ട ആരെങ്കിലും അറിയാതെ വീണു പോകുമ്പോൾ മാറിയിരുന്ന കരയുമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. ദുനിയാവിന്റെ സുഖമൊക്കെ കുറച്ച് നമ്മൾ മാറ്റിവെക്കണം പെങ്ങളെ. എപ്പോഴും അടിച്ചു പൊളിക്കുക, എപ്പോഴും രസത്തോടുകൂടി കഴിയുക നമ്മൾ ഒഴിവാക്കണം പെങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള മഹാഭാഗ്യം നമുക്ക് തരട്ടെ. വൽ ഫഖ്റ ഇലൽ മീസാൻ, വൽ ഫഖ്റ ഇലൽ മീസാൻ. ഈ ഭൗതിക ലോകത്തിന്റെ അന്തസ്സുണ്ടല്ലോ, നാളെ നന്മതിന്മ തൂങ്ങുന്ന ത്രാസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഭൗതിക ലോകത്തിന്റെ ആഡംബരമല്ല നമുക്ക് ആവശ്യമുള്ളത് പെങ്ങളെ, അതിന്റെ കാര്യമല്ല നമുക്ക് ആവശ്യമുള്ളത്. അല്ലാഹുവിന്റെ കോടതിക്ക് വേണ്ടിയിട്ട് ഖുർആനിനെയും ഹദീസിനെയും ദീനീ പ്രവർത്തനങ്ങളെയും അന്തസ്സായിട്ട് കാണുക. നിങ്ങൾ പറയും ഉസ്താദേ, അങ്ങനാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുക? ദുനിയാവൊന്നുമല്ല
ആണയിട്ട് വീണ്ടും വീണ്ടും പറയുന്ന ദുനിയാവൊന്നുമല്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, മദ്ദുനിയാ ഫിൽ ആഖിറ, ആഖിറത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഇല്ലാ മിസ്ലമായ ജലു അഹദുക്കും ഫിൽ യമ്മി, സമുദ്രത്തിൽ ഒരു വിരൽ കൊണ്ട് കുത്തുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ പറ്റിയിരിക്കുന്ന വെള്ളം പോലെ, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദ്, അല്ലാഹുവേ നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ, പുതിയതായി അൻവരിയയിൽ വന്ന് ചേർന്ന എന്റെ മുത്തവലിനും മുഖ്തസറിനും ഒക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ചിലപ്പോൾ ഉസ്താദിനെ പരിചയമുണ്ടാവില്ല. ഉസ്താദ് ബാക്കവിയുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ് അസ്റഫ് അൻവരിയോടൊപ്പം, ഹംസ അൻവരിയോടൊപ്പം, എന്റെ പ്രിയപ്പെട്ടവരെ അസ്ലം അൻവരിയോടൊപ്പം, ഇവിടുത്തെ ഒരുപാട് മുതിർന്ന അൻവരിമാരോടൊത്ത് ഒരു വർഷം ബഹുമാനപ്പെട്ട കാപ്പിൽ ഉമർ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ ഈ അൻവരിയാടെ മുറ്റത്തോടെ 3ാമത്തെ നിലയുടെ അങ്ങേയറ്റത്തെ റൂമിലാണ് ഈ പാവപ്പെട്ടവനുണ്ടായിരുന്നത്. അല്ലാഹുവേ എന്തോ ഒരു നല്ല ജീവിതമായിരുന്നു. കഴിഞ്ഞ മാസം ഉസ്താദിനെ ഒന്ന് കാണാൻ പോയപ്പോ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സങ്കടപ്പെട്ടു പോയതെപ്പോഴാണ്, കയറ് കെട്ടിയിട്ട് ആ കയറിൽ പിടിച്ച് എഴുന്നേറ്റിരുന്നിട്ട് പറയുകയാണ്, കുട്ടി, ഞാൻ ചോദിച്ചു കാലിന്റെ വേദനയ്ക്ക് എങ്ങനെയുണ്ട്? വേദനയൊക്കെ വലിയ വേദനയാണ്. അസ്ഹരിത്തങ്ങളുമായി നല്ല കൂട്ടായിരുന്നു. അല്ലാഹു അസ്ഹരിത്തങ്ങളുടെ കറാമത്ത് ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ, ദറജകൾ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അസ്ഹരിത്തങ്ങളുമായി നല്ല ബന്ധമായിരുന്നു. അസ്ഹരിത്തങ്ങൾ വഫാത്തായപ്പോ പോണമെന്ന് ഞാൻ വാശി പിടിച്ചു. എന്നോട് പറയാണ്, ഞാൻ ചാടി എഴുന്നേറ്റു, കട്ടിൽ നിന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് അസ്ഹരിത്തങ്ങളുടെ മുഖമൊന്ന് കാണാൻ എൻ്റെ വീട്ടിൽ നിന്ന് കട്ടിലിൽ നിന്ന് ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റിറങ്ങുമ്പോ തന്നെ വേദന വന്നു. ഒരടി എനിക്ക് മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവേ, ആ ബഹുമാനപ്പെട്ടവര് ഈ കോമ്പൗണ്ടിലേക്ക് കടന്നാൽ പിന്നെ കോളേജ് ശാന്തമാണ്, പിന്നെ ഒരു ചർച്ചയുമില്ല. അങ്ങനെയുള്ള ഉസ്താദ് പറയുന്നു, ഒരു ചുവട്ടടി എനിക്ക് മുമ്പോട്ട് വെക്കാൻ കഴിഞ്ഞില്ല, ഞാൻ തളർന്നുപോയി. എന്നിട്ട് പറയുന്നു, ഇപ്പൊ എനിക്ക് ആഗ്രഹം തോന്നുകയാണ്, അൻവരിമാരൊക്കെ പ്രസംഗിക്കുമ്പോ, കുട്ടിയൊക്കെ പ്രസംഗിക്കുമ്പോ ആ സ്റ്റേജിന്റെ മുമ്പിൽ വന്നിരുന്ന് 1 മണിക്കൂറെങ്കിലും വഅദ് കേൾക്കണമെന്ന കൊതി എനിക്കുണ്ട്. പക്ഷേ ഇവിടെ ബന്ധുക്കളും എൻ്റെ മക്കളും ഒക്കെ എനിക്ക് കാസറ്റ് കൊണ്ടുതരും, ഞാൻ കേൾക്കലില്ല. എന്തേ കാരണമെന്ന് ചോദിച്ച എന്നെ ഞാൻ വെറും വട്ടപൂജ്യമാണെന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിൽ ഉസ്താദ് മറുപടി പറഞ്ഞു. പരലോകത്തെ കുറിച്ചൊക്കെ പറയുമ്പോ എനിക്ക് പേടിയാവുകയാണ്. പരലോകത്തെക്കുറിച്ചുള്ള വാദ കേൾക്കുമ്പോ പേടിയാവുകയാണ്. പാറക്കല്ലുപോലെ കടുത്തുപോലെ കൽബുള്ളവരെ, എന്തിനാണ് ബഹുമാനപ്പെട്ടവരെ കരയുന്നതെന്തിനാണ്? അവർ ഈ ലോകത്തിരുന്ന് വിട പറഞ്ഞു പോയാൽ ആയിരക്കണക്കിന് ആലിമീങ്ങൾ ദുആ ചെയ്യാനില്ലേ? അല്ലാഹുവിന്റെ കോടതിയിൽ ബാക്കിയുള്ള ഉസ്താദുമാര് പറയില്ലേ, ഞങ്ങളുടെ ഉസ്താദിന് സ്വർഗമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണ്ട തമ്പുരാനെ, ഞങ്ങളുടെ ബഹുമാനപ്പെട്ടവർക്ക് കൂടി സ്വർഗം കൊടുക്കണമെന്ന് പറയൂലേ? എന്നിട്ടവർക്ക് ഉറക്കം വരുന്നില്ല. ദുനിയാവിന് വേണ്ടി ഓടുന്നവരെ, പലിശ തിന്നുന്നവരെ, കള്ളുകുടിക്കുന്നവരെ, പെങ്ങളെ, ഈ ആണ്ട് കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ പോയാലും സീരിയലും സിനിമയും ആഡംബരവും ആനന്ദവുമായിട്ട് സമയം ചെലവഴിക്കുന്ന പൊന്നുമോളെ, നമ്മൾ എത്ര കരയണം മോളെ. നബി തങ്ങൾ സത്യം ചെയ്തു പറയുകയാ, വല്ലാഹി വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മാ മിസ്ലു യജ്അലു അഹദുക്കും ഫിൽ യമ്മി. സമുദ്രത്തിൽ വിരൽ കൊണ്ടൊന്നു മുക്കിയാൽ എത്ര തുള്ളി വിരലുണ്ടാകുമോ അതുമാത്രമാണ് ദുനിയാവ്. സമുദ്രം പോലെയാണ് ആഖിറം എന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ. എന്നാലും ഞാൻ എത്ര നല്ലതുപോലെ വാത് പറഞ്ഞാലും, എത്ര കരഞ്ഞിട്ട് നിങ്ങൾ ആ വാത് കേട്ടാലും, നാളെ നിങ്ങൾക്ക് വീണ്ടും ഈ ഭൗതിക ലോകത്തെ ആഖിറത്തെക്കാളും സ്നേഹം തോന്നുകയാണെങ്കിൽ ആ രംഗം കണ്ടിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹാബത്തിനോട് പറഞ്ഞത്, യാ അജബാ കുല്ലൽ അജബ്,
അത്ഭുതം തന്നെയാണ്, മഹാത്ഭുതം തന്നെയാണ്. നബിതങ്ങൾ മദീനയുടെ മുറ്റത്തിരുന്ന് കരയുകയാണ്, യാ ജബാ കുല്ലൽ ജബ കുല്ലൽ ജബ. അത്ഭുതത്തോടെ അത്ഭുതം തന്നെയാണ്. ലിൽ മുസദ്ദിഖി ബിദാരിൽ ഖുലൂദ്, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വഹുവ യസ്ആ ലിദാരിൽ ഖുലൂദി ദാരിൽ ഖുറൂർ, ചതിയുടെ ലോകമായ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നത് അത്ഭുതം തന്നെയാണ്. പരലോകമുണ്ടെന്ന് വിശ്വസിച്ചിട്ട് ചതിക്കുഴിയാകുന്ന ദുനിയാവിന്റെ രസത്തിന് വേണ്ടി ജീവിക്കുന്നത് അത്ഭുതം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്, അത്ഭുതം തന്നെയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭ റസൂല് പൊട്ടിക്കരഞ്ഞത് അതുകൊണ്ടാണ് പെങ്ങളെ, അതുകൊണ്ടല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എത്ര പെട്ടെന്നാണ് നമ്മുടെ കഥ മാറുക, എത്ര പെട്ടെന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ രീതി മാറുക. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകീതിൽ തണി എന്നിലാരെന്ന്. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകീതിൽ തണി എന്നിലാരെന്ന്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ ഭർത്താവാണ് നിന്റെ ദുനിയാവ്. ആ ഭർത്താവ് മരിക്കുമ്പോ പിന്നെ കരച്ചിലാ, എനിക്ക് ആരുമില്ലല്ലോ, എന്റെ മക്കൾക്ക് ആരുമില്ലല്ലോ. എല്ലാ ദുനിയാവിന്റെ അവസ്ഥയും ഇല്ല. അല്ലാഹു താഴ്ത്തുമെന്ന് പറയുമ്പോ, അല്ലാഹു നിസ്സാരമാക്കുമെന്ന് പറയുമ്പോ, അല്ലാഹു പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾക്ക് ഏറ്റവും നല്ല മനോഹരമായ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം പറയുകയാണ്. എന്റെ പൊട്ടച്ചിറയിൽ വന്നിരിക്കുന്നവരെ, ആ ചരിത്രത്തിലൂടെ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായിട്ട് നിങ്ങൾ മാറണേ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറണേ. ഇഖ്ലാസും തഖ്വയും നമ്മുടെ ചങ്കൂറ്റമായിട്ട് മാറണേ. ഈ ഭൗതിക ലോകത്ത് ഒരുത്തന്റെ മുന്നിലും തലതാഴ്ത്തി കൊടുക്കാത്ത അല്ലാഹുവിന്റെ ലോകത്തിന് വേണ്ടി ജീവിക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സ് വെക്കണേ, എങ്കിലേ നമുക്ക് നേട്ടമുണ്ടാവുകയുള്ളൂ. ആ ഒരു തഖ്വയിലേക്ക് നമ്മൾ മടങ്ങി വന്നാ പിന്നെ നമ്മൾ പരാജയപ്പെടൂല. അതുകൊണ്ടല്ലേ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ മിഷനറിമാര് കേരളത്തെ ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യം കൊണ്ട് പരാജയപ്പെടുത്താമെന്നപ്പോ ശംസുൽ ഉലമ എന്ന ഒരൊറ്റ വെള്ളി നക്ഷത്രത്തിന്റെ പുഞ്ചിരി കൊണ്ട് എല്ലാം കെട്ടടങ്ങിപ്പോയില്ലേ? ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ ഇവിടെ സമസ്ത വന്നു. ഗൗരവമാണ്, വല്ലാത്ത ഗൗരവമാണ്. ആലപ്പുഴയിൽ നിങ്ങളൊക്കെ വരണം, പങ്കെടുക്കണം. നമ്മുടെ ഉസ്താദുമാര് നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതൊക്കെ നമ്മൾ പഠിക്കണം. എന്നോട് സ്വാദിഖ് ഉസ്താദ്, ഞാൻ വന്നു കയറിയപ്പോൾ ഇന്ന് ഉഷാവറ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഉസ്താദിന്, ഇന്നലെ എന്നോട് പറഞ്ഞതാ. വന്നപ്പോൾ തന്നെ സമസ്തയുടെ സമ്മേളനത്തിൻ്റെ ക്ഷണക്കത്തും അതോടൊപ്പം സമസ്തയുടെ ഒരു സ്പെഷ്യൽ ഡയറിയും എനിക്ക് തന്നു. എന്നിട്ട് ആ ഡയറി ഞാൻ അവിടെ ഇരുന്നിട്ട് എഴുതി. അതിൻ്റെ മുകളിൽ പൊട്ടച്ചിറ ബീവിമാടെ ഹദറത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖന സ്വാദിഖ് ഉസ്താദ് സമ്മാനമായി തന്നു എന്ന് പറഞ്ഞിട്ട് എഴുതി. ഡേറ്റൊക്കെ എഴുതിയിട്ട് ഉസ്താദിൻ്റെ കയ്യിൽ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു വരി എഴുതി തരാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉസ്താദ് എഴുതുന്ന വരി, ഞാൻ മരിക്കുന്നത് വരെ വാളു പറയാനുള്ള സർവ്വകാര്യങ്ങളും ആ ഒരു വരിയിലുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആരോഗ്യാഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസ് ഭൗതിക ലോകത്തൊരു സമ്പാദ്യമായി എടുത്താൽ അല്ലാഹുവിന്റെ പരലോകത്തെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അവിടെ നമുക്ക് വിജയിക്കാൻ പറ്റും. ക്രിസ്ത്യൻ മിഷണറിമാര് അല്ലേ, അന്ന് ഒരു സംഘടനയില്ല ഇവിടെ, അന്ന് ആരുമില്ല ഇവിടെ. ഈ മുസ്ലിം സമുദായത്തെ മൊത്തവും അവർ കൊണ്ടുപോയി തിന്ന് തീർക്കുമായിരുന്നു. അന്ന് തൻ്റെ ഇടത്തോടുകൂടി ശംസുൽ ഉലമ നെഞ്ചു വിരിച്ച അതുപോലെ ഒരു ഇംഗ്ലീഷ് പ്രഭാഷണം നടത്താൻ ഇന്ന് വരെ ഒരു ആലിമീങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. മിഷണറിമാർ തന്നെ തുറന്ന് സമ്മതിക്കാൻ. അവസാനം ഒരു പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്തു. അതൊക്കെ അള്ളാഹുൽ അത്ര വിശ്വാസമുള്ളവർക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലാതെ ഇതൊന്നും കാണാതെ പിടിച്ചിട്ട് പോകുന്നല്ല. ബഹുമാനപ്പെട്ടവരെ, വാദപ്രതിവാദത്തിന് ക്രിസ്ത്യൻ മിഷണറിമാർ സ്റ്റേജിൽ കയറി. ഒരു ഭാഗത്തവർ, മറുഭാഗത്ത് ബഹുമാനപ്പെട്ടവർ. എന്നിട്ട് അവര് അവസാന ആയുധം അവരെടുത്തു. അവർ പറഞ്ഞു, നിങ്ങൾ പലപ്പോഴും പ്രസംഗിക്കലുണ്ടല്ലോ, ഇന്നലെ ഞാനിവിടെ പറഞ്ഞല്ലോ ഹദീസ്, ഉലമാ ഉമ്മത്തി കഅംബിയാ ഇബ്നി ഇസ്രായീൽ.
എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണെന്ന്, ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണെന്ന് നിങ്ങൾ പലപ്പോഴും പറയലുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ശംസുൽ ഉലമ നിങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ പറയാണ്, നിങ്ങൾ മുത്ത് റസൂലിന്റെ ഉമ്മത്തിലെ പണ്ഡിതനാണ്, ബനി ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ് നിങ്ങൾ എങ്കിൽ ഇതൊക്കെ ഒരു തൻ്റെ ഇടത്തോടു കൂടിയല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. ആലോചിച്ച് നോക്കി ആ സ്റ്റേജിന്റെ രംഗം. അന്ന് ഒരാൾ പരാജയപ്പെട്ടാൽ സഹായിക്കാൻ മറ്റൊരാളില്ല. ശംസുൽ ഉലമ മാത്രമാണ്. അവിടെ തോറ്റാൽ ദീൻ തോറ്റു, അത്രയാണ്. അതാണ് ദീൻ. വേറെ പ്രസ്ഥാനങ്ങളില്ല. അവര് തോറ്റു എന്ന് പറഞ്ഞ് മറുപടിക്കാൻ വേറെ ആളൊന്നുമില്ല. ഞങ്ങൾ മറുപടി തരാമെന്ന് പറയാൻ അന്ന് ഇന്നുള്ളതുപോലെ മറ്റു പ്രസ്ഥാനങ്ങളൊന്നുമില്ല. ആകെയുള്ളത് അവർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈസാ നബി ബനി ഇസ്രായേലിലെ പ്രവാചകനാണ്. ആ ഈസാ നബി മരിച്ചു കിടക്കുന്ന ജഡങ്ങളെ തട്ടി ഉണർത്തുമായിരുന്നു. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഒരു മയ്യത്തിനെ എഴുന്നേൽപ്പിക്കാൻ? മുമ്പ് കൂടിയ മുസ്ലിങ്ങളൊക്കെ തലകുനിച്ചു. കാരണം ഇത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. വല്ലാത്ത ചോദ്യമാണ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മറുപടി കൊടുത്തത് എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഈ സ്റ്റേജ്, ഈ സമ്മേളനം, ഈ വാദപ്രതിവാദം ഇവിടെ നിന്ന് കഴിയുന്നതിന് മുമ്പ് നിങ്ങളൊരു മയ്യത്തിനെ കൊണ്ടുവന്നാൽ ഞാൻ എഴുന്നേൽപ്പിച്ച് തരാം. കാരണം ബഹുമാനപ്പെട്ടവർക്കറിയാം, ഇപ്പോൾ ഒരു മയ്യത്തിന് എന്തായാലും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ കത്തിയെടുത്ത് മൂപ്പര് തന്നെ അങ്ങോട്ട് കുത്തേണ്ടി വരും. എന്തായാലും നടക്കില്ല എന്നറിയാം. ജനങ്ങളിങ്ങനെ അത്ഭുതത്തോടെ കേട്ടിരുന്നു. റബ്ബേ, ക്രിസ്ത്യൻ മിഷണറിമാർ തല താഴ്ത്തി, അവരെല്ലാവരും തലകുനിച്ചു. സരസിൽ നിന്നും മനസ്സിൽ അറിയാതെ തക്ബീർ വന്നു. അല്ലാതെ ഇന്ന് ചില സ്ഥലത്ത് നടക്കുന്ന പോലെയല്ല, കൃത്രിമത്വമല്ല, അറിയാതെ തക്ബീർ വന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് വിളിച്ച് അൽഹംദുലില്ലാ പോയി. എല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ടവർ റൂമിൽ വന്നിട്ട് അന്ന് ശംസുൽ ഉലമയുമായി ഏറ്റവും അടുത്തമുള്ള 1-2 ഉസ്താദുമാർ വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ടവരെ, അങ്ങയുടെ ബുദ്ധി വൈഭവം മനസ്സിലാക്കിയിട്ട് ക്രിസ്ത്യാനികൾ ഒരു മയ്യത്തിനെ സ്റ്റേജിന്റെ പുറകിൽ കൊണ്ടുവച്ചിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അങ്ങെന്തായാലും ഇങ്ങനെ മറുപടി പറയുന്ന അവർക്കറിയാം, കുറെ കാലം കൊണ്ട് അവർ കേൾക്കില്ലേ. അങ്ങനെയാണെങ്കിൽ ആ മയ്യത്തിനെ അപ്പോഴും തന്നെ പുറകിൽ നിന്നെടുത്ത് സ്റ്റേജിന്റെ മുമ്പ് കൊണ്ടുവച്ചിട്ട് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജീവിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അതാണ് അവരെ സ്നേഹിക്കാൻ എന്നെയും നിങ്ങളെയും പ്രേരിപ്പിക്കുന്നത്. അതാണ് പട്ടിണി കിടന്നിട്ടും ഈ ഉസ്താദുമാര് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത്. അതാണ് എന്തുകൊണ്ടും അതിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി മനസ്സ് പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാ. എന്താ ശംസുൽ ഉലമ പറഞ്ഞ മറുപടി എന്നറിയോ? അങ്ങനെ ഒരു മയ്യത്തിനെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്റെ മുത്തുനബി തങ്ങൾ എന്നെ കൈവെടിയൂല, എന്റെ ആരംഭ റസൂൽ എന്നെ കൈവെടിയൂല. അങ്ങനെ ഒരു മയ്യത്തിനെ കൊണ്ടുവന്നാല് എന്റെ മുത്തു റസൂൽ എന്നെ കൈവെടിയൂല, ഞാൻ ജീവിപ്പിക്കുമെന്ന് മഹാനാര ശംസുൽ ഉലമ. ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തന തൊല്ലഖുദ്ദുനിയാ തൊല്ലഖുദ്ദുനിയാ തൊല്ലഖുദ്ദുനിയാ. ആരംഭ റസൂലിനെ പണത്തിന് വേണ്ടി സ്നേഹിച്ചതല്ല, ദീൻ വളർത്താൻ വേണ്ടി പോയി കമ്മീഷൻ വ്യവസ്ഥയിൽ സമ്പാദ്യത്തിന്റെ പേമാരി പെയ്യിപ്പിച്ചവരല്ല. അല്ലാഹുവേ, അല്ലാഹുവേ, ദുനിയാവ് ആഖിറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിരൽ മുക്കിയിട്ടെടുക്കുന്ന ഒരു തുള്ളിയാണെന്ന് ലോകത്തോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു പോരെങ്കിൽ ഈ പറയാൻ പോകുന്ന ചരിത്രത്തിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കത് വ്യക്തമാകും. അല്ലാഹു ഭാഗ്യം തരട്ടെ. ദുനിയാവിന്റെ ചതിക്കുടിയെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. ചതിയിൽ വീണാൽ തിരിച്ചു കയറാൻ പറ്റൂല. ഇന്ന് ബക്കറ്റ് കൊണ്ടുവരുമ്പോ നിങ്ങൾ അതിനകത്തിടുന്ന സ്വതക്ക, പടച്ചവനെ, ഭൗതിക ലോകത്തിന്റെ ചതിക്കുഴി പെണ്ണിന്റെ ചിരിയിലൂടെയാണോ, നോട്ടുകെട്ടിന്റെ ബലത്തിലൂടെയാണോ, കൊട്ടാരത്തിന്റെ ആഡംബരത്തിലൂടെയാണോ, ദുനിയാവിന്റെ രസക്കാഴ്ചകളോടൊപ്പമാണോ? ഞങ്ങളെ കാക്കണയല്ല, ഞങ്ങളെ കാക്കണയല്ല. ഓരോ മഹാരഥന്മാര് മരണപ്പെടുമ്പോ അവരുടെയൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് ആയിരങ്ങൾ നമസ്കരിക്കുന്നത് അവർ ആഖിറത്തിന് വേണ്ടി ജീവിച്ചത് കൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങളെയും നീ അങ്ങനെ ജീവിക്കുന്നവരാക്കണേ അല്ലാ, അങ്ങനെ ജീവിക്കുന്നവരാക്കണേ അല്ലാ. എന്റെ ചെറുപ്പക്കാരാ, എന്റെ മുത്തഅലിമീങ്ങള്, എന്റെ ദീനീ സ്നേഹികളാരെ ഉമ്മമാരെ ഉപ്പമാരെ, ഏത് സെക്കൻഡിലാണ് മരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് തീരുമാനിച്ചു, അല്ലാ, പരലോകത്തിന്റെ വെളിച്ചം മോഹിച്ചുകൊണ്ട് ദുനിയാവിനെ വെറുത്തിട്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് ആത്മീയതയുടെ ചിറക് വിടത്തി പറന്നു പോരെ പൂങ്കിളിയാണ് ഫാത്തിമ ഉമ്മ.
ആ ഉമ്മാടെ ഹദറത്തിൽ ഇരുന്നു കൊണ്ടല്ലാ ഈ ദുനിയാവിലെ ഞങ്ങളുടെ ജീവിതവും നിന്റെ പരലോകത്തിന് വേണ്ടി മാറ്റാനുള്ള ഭാഗ്യം തരണേ അല്ലാ. സുല്ലർ നബി മുഹമ്മദിൻ ഉണ്ടോ? അപകറ്റുണ്ടോ? അൻവരി വേഗാവട്ടെ. എല്ലാ കാര്യങ്ങളും ചടപടേന്ന് നടക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ കാര്യങ്ങൾക്ക് വെളിച്ചം തരുമാറാകട്ടെ, പ്രകാശം തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർഹമുർ റഹീമായ റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ ചെയ്യുന്ന സുദഖയെ പൂർണ്ണമായും സ്വീകരിക്കുമാറാകട്ടെ. മൗലാന ഹോസ്പിറ്റലിന്റെ ഉടമ ഷേഖ് അഹമ്മദ് ഹാജി 2 ലക്ഷം രൂപ കുലൂ തക്ബീർ അലവി സാഹിബ് 1 ലക്ഷം രൂപ ഇൻഷാ അല്ലാഹ് ദുആ പിന്നീട് ചെയ്യുമെന്ന് അറിയിക്കുന്നു. ഇവിടെ ഇരിക്കട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരിങ്ങനെ ഓടി നടക്കാണ്. ഒരു ഗവർണറെ കണ്ടെത്തണം. ഏത് രാജ്യത്തിലേക്ക്? യമൻ എന്ന് പറയുന്ന പരിഷ്കാരത്തിന്റെ രാജ്യത്തേക്ക്. വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. പരിഷ്കാരത്തിന്റെ രാജ്യമാണ്, ആഡംബരത്തിന്റെ രാജ്യമാണ്. അവിടെ ഒരു ഗവർണർ വേണം. പക്ഷേ ഭൗതികതയോട് താല്പര്യമുള്ള ഒരു ഗവർണറെ അവിടെ കൊണ്ടാക്കിയാൽ ആ നാട് നശിച്ചു പോകും. അതുമാത്രമല്ല, അങ്ങനെ ഒരാളെ ആ രാജ്യത്തിന്റെ ഗവർണറായി നിയമിച്ചാൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഉമർ റളിയല്ലാഹു അൻഹുവും സമാധാനം പറയേണ്ടി വരും. എല്ലാം ചെയ്തു കൊടുക്ക്. പ്രത്യേകിച്ച് ഓരോന്നിനെ സലാത്തിൽ ദുആ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അത് പറയണം. അതുകൊണ്ട് എല്ലാവരും സഹായിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ. അൻവരിയിൽ വാദു പറഞ്ഞില്ലെങ്കിൽ എന്താ പ്രശ്നമെന്നറിയോ? അടുത്ത വർഷം മുതൽ ആണ്ടിന് പിന്നെ ഈ ആളുകൾ ഈ സമയത്ത് ഉണ്ടാവില്ല. വാദു കുറവാണെന്ന് അവർ തീരുമാനിക്കും. അത് ഉണ്ടാവാൻ പാടില്ല. വാദു വേണം. ഉമ്മ വാദിനെ ഇഷ്ടപ്പെട്ടിരുന്നു, ഉമ്മ നസീഹത്തിനെ ഇഷ്ടപ്പെട്ടിരുന്നു. അമ്പംകുന്ന് ബിരാനുലിയും അങ്ങനെ തന്നെയാണ്, വരവൂര് മസ്താനും അങ്ങനെ തന്നെയാണ്, ഖ്വാജ മഈനുദ്ദീൻ ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളും അങ്ങനെയാണ്. ഖാജ ദാരിമി പോയാ ഉണ്ടോ? ഖാജ ദാരിമി എന്നോട് പറഞ്ഞതാ, എൻ്റെ പേര് ഓർക്കാൻ വേണ്ടി നിങ്ങൾ ഉപ്പാപ്പായ ഖ്വാജ മഈനുദ്ദീൻ ജിസ്തി ഓർമ്മിച്ചാൽ മതി എന്ന്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഞാൻ മടങ്ങി വരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അന്വേഷിക്കുകയാണ്. ഒരാളെ വേണം. എവിടെ? യമനിലെ ഗവർണറായി നിയമിക്കാൻ. ഇന്നാണെങ്കിൽ അധികാരത്തിന് ആളല്ലേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ടല്ലേ ഈ സിഡിയും ഈ കഥകളും എന്തൊക്കെയാണ്. എല്ലാവരും ഇങ്ങനെ രാവിലെ തുറന്നിട്ട് ചാനൽ ഇങ്ങനെ ഓണാക്കിയിട്ട് ഇന്ന് വല്ലതും നടക്കുമെന്ന് അറിയാം, റാഹത്തായിട്ട് അല്ലേ, ഇന്നെങ്കിലും ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ മതിയായിരുന്നു എന്ന് വലിയ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കണമൊന്നും നടക്കാൻ പോണില്ല, നിങ്ങൾ വിചാരിക്കുകയും വേണ്ട. അതൊക്കെ എത്ര കളികളായി ദുനിയാവിൽ, എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ട, എല്ലാവരും കണക്കാ. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തണ്ട. സുബഹിസ്കാരം കഴിഞ്ഞ് ഓതാനുള്ളത് മാറ്റി പത്രം എടുത്ത് വെച്ചിട്ട് അത് ശരി, ഒരു സൈഡിയും കൂടെ ഉണ്ടോ, അത് ശരി, അങ്ങനെ ഇരിക്കുക. നമ്മളെല്ലാവരും വെറുതെ സമയം കളയണ്ട. വല്ല ദുആ നിസ്കരിച്ചു സലാത്തും ചൊല്ലി അള്ളാന്റെ കോടതിക്ക് വേണ്ടി ജീവിച്ചോ പെങ്ങളെ. ഈ ലോകം അങ്ങനെയാണ്. ഒന്ന് മാറുമ്പോൾ അടുത്തത് വരും. നമ്മുടെ സമയം പോവും, അമല് പോകും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യമൻ എന്ന് പറയുന്ന രാജ്യത്തൊരു ഗവർണർ നിയമിക്കാൻ വേണ്ടി പരക്കം പായുമ്പോ കുറെ ആളുകൾ വന്ന് പറയുന്നു, സഈദ് ബിൻ ആമിറിനെ കൊടുത്താലോ. ഉമർ റളിയല്ലാഹു അൻഹു സഈദ് ബിൻ ആമിറിനെ വിളിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു വരികയാണ്. പെങ്ങളെ പഠിച്ചോ, എന്റെ പൊന്നുമോളെ പഠിച്ചോ. പൊട്ടച്ചിറ അൻവരിയ അറബി കോളേജിന്റെ മുമ്പ് വന്നിരുന്ന ഇന്നലത്തെയും ഇന്നത്തെയും 2 മണിക്കൂർ നിന്റെ ഖബർ ജീവിതത്തിൽ നിനക്ക് ആനന്ദം തരുന്ന നിമിഷങ്ങളാവണം. സമയം കളയാനല്ല, വെറുതെയല്ല, നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഈ മണ്ണിലേക്ക് ഒരാണ്ടിനും നിങ്ങൾ വന്നു പോകണ്ട, നേട്ടങ്ങൾക്കാണ്. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഈദേ. നോക്കുമ്പോൾ സഈദ് ബിൻ ആമിർ കടന്നു വരുന്നു. മുടിയെല്ലാം വളർന്ന് നരച്ച ശരീരരോമങ്ങൾ. അല്ലാഹുവേ, മെലിഞ്ഞുണങ്ങിപ്പോയ സഈദ് ബിൻ ആമിർ ദുനിയാവിനോടൊരു സ്നേഹവുമില്ല, ഭൗതിക ലോകത്തിനോടൊരു പ്രേമം പോലുമില്ല. സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഈദേ, യമൻ എന്ന് പറയുന്ന പരിഷ്കാരത്തിന്റെ നാട്ടിൽ ഗവർണറായിട്ട് നിനക്ക് പോകാനും കഴിയുമോ? സഈദ് ബിൻ ആമിർ 2 കൈ കൊണ്ട് തലയിലടിച്ചിട്ട് പറയും, എനിക്ക് പേടിയാ. ഇറങ്ങി ഓടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസതിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. പരിവാരങ്ങൾ പിടിച്ചുകൊണ്ട് വരുന്ന സഈദ് ബിൻ ആമിർ പറയുന്നു, തങ്ങളെ എനിക്ക് വേണ്ട, എനിക്ക് അധികാരം വേണ്ട, എനിക്ക് പടച്ചവനെ പേടിയാ, എനിക്ക് ദുനിയാവിനെ പേടിയോ, എനിക്ക് അധികാരത്തെ പേടിയാ, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ. ഉമർ
റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റില്ല പറ്റില്ല, യമനിലെ ഗവർണർ നീ തന്നെയാണ്, യമനിലെ ഗവർണർ നീ തന്നെയാണ് സയ്യിദ്, യമനിലെ ഭരണാധികാരി നീ തന്നെയാണ് സയ്യിദ്. സയ്യിദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുകയാണ്. അവസാനം അതാ അവിടെ നിന്ന് സയ്യിദ് ബിൻ ആമിറിനെയും കുടുംബത്തെയും എല്ലാവരും കൂടി യമനിലേക്ക് യാത്രയേക്കുമ്പോ സയ്യിദ് ബിൻ ആമിറിന്റെ പെണ്ണ് സൗന്ദര്യമുള്ള ഭാര്യയായിരുന്നു. പെണ്ണിന് സൗന്ദര്യം വന്നാ പിന്നെ അഹങ്കാരം കൂടും. പൊട്ടച്ചിറത്തെ ഇത്തമാര് പഠിച്ചോ, ഇച്ചിരി വെളുത്തുപോയാൽ പിന്നെ അഹങ്കാരം കൂടും, പിന്നെ മേക്കപ്പ് കൂടും, പിന്നെ വസ്ത്രത്തിന് ആഡംബരം കൂടും. ഇന്നൊരു സഹോദരൻ ഫോൺ വിളിക്കുന്ന കേട്ടു, ബാഹുബലിയുടെ സാരി വേണമെന്ന് ഭാര്യ പറയാം, ബാഹുബലിയുടെ സാരി. ഞാൻ പറഞ്ഞു, ആരെങ്കിലും സാരി വാങ്ങാടെ കൊടുക്കട, കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കട ഒരു സാരി. സാറേ, അത് ബാഹുബലി എന്ന് പറഞ്ഞ വ്യക്തിയുടെ സാരിയല്ല, പുതിയ സാരിയുടെ സ്റ്റൈലിന്റെ പേരാണ്. ആത്തമാരതൊക്കെ അറിയും. പൊട്ടച്ചിറക്കാരെ അറിഞ്ഞില്ലെങ്കിൽ ഇന്നറിഞ്ഞോ, നാളെ പോലും ചോദിച്ചോളും അല്ലേ. 12,000 കൊടുക്കാനല്ലേ മടിയുള്ളൂ. താത്താക്ക് പല നിറത്തിലുള്ളത് വാങ്ങിച്ചു കൊടുക്കാൻ നല്ല കാശുണ്ടാവും, എനിക്കറിയാം, വാങ്ങിച്ചു കൊടുത്തോ. അപ്പൊ ഇത് ദുനിയാവിന്റെ സൗന്ദര്യവും സുഖവും ഒരു പെണ്ണ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, അവർക്ക് കുറച്ച് ഭൗതിക സൗന്ദര്യം കൂടിയെന്ന് തോന്നുമ്പോഴാണ് കണ്ണാടിയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ. അല്ലാഹുവിനെ മറക്കല്ലേ പെങ്ങളെ, അല്ലാഹുവിനെ മറക്കല്ലേ പൊന്നുമോളെ. ബീവിയുമ്മാടെ ഹളറത്തിൽ വന്നിട്ട് നല്ല മനസ്സോടെ തിരിച്ചു വയ്ക്കോ, നല്ല മനസ്സോടെ തിരിച്ചു വയ്ക്കോ. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയും കൂടി യമനിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദിനെ വിളിക്കുകയാണ്, ഒരു പണക്കിഴി കൊടുക്കുകയാണ്. സയ്യിദേ, ഈ പണക്കിഴി എന്തിനെന്നറിയോ? നിന്റെ ഭാര്യയ്ക്ക് അവിടെ ചെല്ലുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ, അതുകൊണ്ട് ഈ പണം നിന്റെ കയ്യിലിരിക്കട്ടെ. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആ പണം വാങ്ങുകയാണ്. യമനിലെത്തിയപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറയുകയാണ്, വാങ്ങാം, നമുക്ക് വാങ്ങാം, നമുക്ക് വാങ്ങാം, വസ്ത്രങ്ങൾ വാങ്ങാം. ഒരുപാട് നല്ല നല്ല സൗന്ദര്യമുള്ള സ്ഥലമാണ് യമനിലുള്ളത്. ആ പെണ്ണ് പറഞ്ഞ് ഞങ്ങൾക്ക് വാങ്ങിയാലോ? അങ്ങനെ സർവ്വതും വാങ്ങുകയാണ്. ബാക്കി കുറെ കാശ് വന്നു. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് ആ പെണ്ണ് പറയുകയാണ്, ഈ കാശ് നമുക്ക് സൂക്ഷിച്ചു വെച്ചിരിക്കാം, കാരണം ഇതൊക്കെ തീരുമ്പോൾ അടുത്ത് വാങ്ങാലോ. കാശുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. മേക്കപ്പിന് വേണ്ടിയിട്ട് നീ ചെലവഴിക്കുന്ന പണം എത്രയാണ് പൊന്നുമോളെ? പണം എത്രയാണ് പൊന്നുമോളെ? പണം എത്രയാണ്? സ്വർണ്ണൂരുണ്ടല്ലോ ഒരു പ്രിയപ്പെട്ട പെങ്ങള്, ചെറുതുരുത്തിയിലെ താഹിർ എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരനൊക്കെ എന്നെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. ആ പെങ്ങള് വാതിലിന്റെ മറവിൽ നിന്നുകൊണ്ട് മുഖമൊക്കെ മറച്ച് അല്ലാഹുവേ ആ മറവിൽ നിന്നുകൊണ്ട് പറയുന്നു, ഉസ്താദ് എൻ്റെ റൂമിലും കയറിയിട്ട് കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന മേക്കപ്പ് സാധനങ്ങളൊന്ന് നോക്കിയിട്ടേ പോകാവൂ. ആ പെണ്ണിന്റെ ഭർത്താവ് കൊണ്ടകത്ത് കയറി, ഉസ്താദ് ഇതല്ല 1.5 വർഷം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് ഉപയോഗിച്ചിരുന്ന സൗന്ദര്യവർദ്ധന വസ്തുക്കളാണ്. എന്തിനെന്നറിയോ? ചുണ്ടു ചുമപ്പിക്കാൻ, മുടി പ്പിക്കാൻ, ശരീരത്തിന്റെ വടിവും മുടിവും പുറപ്പെറിയിക്കാൻ. എന്നിട്ട് സ്കൂട്ടിയിലൂടെ ഷൊർണൂർ റോഡിലൂടെ പോകുമ്പോ കാമക്കണ്ണുകളുള്ള കടികന്മാരാ പെണ്ണിന്റെ സൗന്ദര്യം കൊത്തിയെടുക്കാൻ പാലക്കാട് ജില്ലയുടെ റോഡിന്റെ തെരുവോരത്ത് കാത്തു നിൽക്കുമായിരുന്നു അത്രേ. ആ പൊന്നുമോളെ കുറിച്ച് ഭർത്താവ് പറയുകയാണ്, ഇന്ന് ഞാൻ അറിഞ്ഞതിൽ വെച്ച് ഏറ്റവും മോമിനത്തായ പെണ്ണ് എന്റെ പെണ്ണാണ്, എന്റെ പെണ്ണാണ് ഉസ്താദേ. തഹജ്ജുദിന് ഞാൻ എഴുന്നേക്കും, എന്റെ മക്കൾ എഴുന്നേക്കും, എന്റെ പെണ്ണെഴുന്നേക്കും. എന്റെ പ്രിയപ്പെട്ടവള് ഖുർആൻ ഓതി, എന്റെ പ്രിയപ്പെട്ട മക്കള് ഹാഫിളിന് പഠിക്കുന്നു. ഉസ്താദേ, എന്തോരു റാഹത്താണെന്നറിയോ? 15,000 രൂപയോളം വില വരുന്ന സൗന്ദര്യവർദ്ധന വസ്തുക്കൾ എന്നെ കാണിച്ചിട്ടേ കളയൂ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിരുന്നതാണ്. പൊന്നുമോളെ, ആ പെങ്ങള് പറയുന്നു, ഉസ്താദേ ഇത് നിലനിൽക്കാൻ വേണ്ടി ദ്വാരക്കണേ, ഇത് നിലനിൽക്കാൻ വേണ്ടി ദ്വാരക്കണേ. എന്റെ പെങ്ങളെ, നിന്റെ ജീവിതത്തിൽ എന്തിനാ പൊന്നുമോളെ ഇതൊക്കെ വാരി കൂട്ടി വെച്ചിട്ട് എന്തിനാ? എവിടെ കൊണ്ടുപോകാനാണ്? എവിടെ കൊണ്ടുപോകാനാണ്? ശ്രീചിത്ര ഹോസ്പിറ്റലിന്റെ മുകൾ ഭാഗത്തൂടെ നടക്കാൻ കഴിയാതെ ക്യാൻസർ രോഗം ബാധിച്ച് അകത്ത് ഓപ്പറേഷന്റെ ആ യൂണിഫോം ഇട്ടിരിക്കുന്ന പ്രിയപ്പെട്ട രോഗിയായ പെങ്ങള്, ഒരു മുടി പോലും തലയിലില്ല, ഒരു കോഴിമുട്ട പോലെ വെളുപ്പിരിക്കുന്ന തല.
അല്ലാഹുവേ മെലിഞ്ഞുണങ്ങിയിട്ട് കുപ്പായമൊക്കെ ലൂസായി കിടക്കുന്ന 27 വയസ്സുള്ള സഹോദരി നടന്നു വരുന്നത് കണ്ടാൽ നഴ്സറിയിൽ പഠിക്കുന്ന 4 വയസ്സുള്ള മോളെ പോലെയാണ്. ഇങ്ങനെ തലചരിച്ചു വെച്ച്, ഇങ്ങനെ കൈ ചലിപ്പിക്കാറ് വെച്ച്, അല്ലാഹുവേ ഒരു യന്ത്രം നടക്കുന്ന പോലെ നടന്ന് നടന്ന് നീങ്ങുന്നു. എത്ര ആളുകളാണ് കൂടെ പിടിക്കാൻ? ആ പെണ്ണിന് ലിഫ്റ്റിക് അറിയില്ല, ആ പെണ്ണിന് ഐഹീലിന്റെ ചെരുപ്പില്ല, ആ പെണ്ണിന് ബാഹുബലിയുടെ സാരിയില്ല, ആ പെണ്ണിന് അനാർക്കലിയുടെ ചുരിദാറില്ല. ആ പെണ്ണിന് ആകെയുള്ള ചിന്ത എന്തെന്നറിയോ? എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി, എനിക്ക് വേദന സഹിക്കുന്നില്ല, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാ മതി എന്ന് ചിന്തിക്കുന്ന ആ പെണ്ണിന്റെ മുമ്പില് ആരോഗ്യം അല്ലാഹു തന്ന പൊട്ടച്ചിറയിലെ പെങ്ങളെ, സൗന്ദര്യം അല്ലാഹു തന്ന പൊട്ടച്ചിറയിലെ പെണ്ണെ, ജീവിക്കാനുള്ള അവസരം അല്ലാഹു തന്ന പൊട്ടച്ചിറയിലെ പെങ്ങളെ, നിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയോ നേട്ടങ്ങൾ തന്ന് അനുഗ്രഹിച്ചതാണ്, മറക്കല്ലേ. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ആ കാശ് നമുക്ക് വെച്ചിരിക്കാം, ആ കാശ് നമുക്ക് വെച്ചിരിക്കാം, എന്നിട്ട് ആ പണം കൊണ്ട് ഇത് തീരുമ്പോ നമുക്ക് വീണ്ടും വാങ്ങാം. സയ്യിദ് ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ, ഈ കാശ് നമുക്ക് കുറച്ച് ബിസിനസ്സിന് വേണ്ടി മുടക്കിയാൽ നല്ല ലാഭം കിട്ടും മാസാമാസം. അത് വെറുതെ പറഞ്ഞതാ, പെണ്ണിന്റെ കയ്യിൽ നിന്ന് ആ കാശ് പിടിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പെണ്ണ് സമ്മതിച്ചു. ഇൻഷാ അല്ലാഹ് പറയാം. നമ്മളെ ഏലംകുളം ബാപ്പു ഉസ്താദ് ഒന്ന് സ്റ്റേജിൽ വന്നിരുന്നോട്ടെ. കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കട്ടെ. കഴിഞ്ഞ റമളാനിലെ മണ്ണാർക്കാട് പ്രഭാഷണം നിങ്ങൾക്കറിയാം. അവിടെ ബഹുമാനപ്പെട്ടവരായിരുന്നു ഈ വിനീതൻ്റെ മജ്‌ലിസിൻ്റെ സമാപനം ദുആക്ക് നേതൃത്വം കൊടുത്തത്. അൽഹംദുലില്ലാ, നല്ല ദിക്റൊക്കെ ചൊല്ലി ശരിക്കും ദുആരക്കും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതുപോലെ വേറെ കുറേ സദസ്സിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഉസ്താദിൻ്റെ ദുആ പ്രതീക്ഷിച്ചു വരുന്ന ജനങ്ങളുടെ സമയം ഞാൻ മെനക്കെടുത്തുന്നില്ല. അതൊന്ന് പറഞ്ഞു തീർത്തിട്ട് അൽഹംദുലില്ലാ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ശ്രദ്ധയിലേക്ക് പറയാൻ, ഈ സ്ഥാപനത്തിൻ്റെ പട്ടിണിയും കഷ്ടപ്പാടും മാറ്റാൻ ഇവിടെ വന്ന ജനങ്ങൾ ഒരുപാട് ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റി സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായും അതൊക്കെ സ്വീകരിച്ച് എല്ലാ പ്രതിഫലവും കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പെണ്ണിനോട് പറഞ്ഞു, കച്ചവടത്തിലാ പണമിട്ട് കൊടുത്താൽ നല്ല ലാഭം കിട്ടുമല്ലോ. അങ്ങനെ ലാഭം കിട്ടുമെന്ന് മോഹിച്ചിട്ടാ പ്രിയപ്പെട്ട സഹധർമ്മിണി ആ പണം കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയിട്ട് വഴിയിലുള്ള മുഴുവൻ പാവപ്പെട്ടവർക്കും അത് വീതിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊടുക്കുകയാണ്, സാധുക്കൾക്ക് കൊടുക്കുകയാണ്, പട്ടിണി പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. എല്ലാവർക്കും കൊടുത്താ പണം കഴിഞ്ഞു. അവസാനം കുറെ മാസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ ഓരോ ദിവസവും ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് വരുമ്പോ സഹധർമ്മിണി ചോദിക്കും, എന്തായി, ലാഭം കിട്ടാ സമയമായോ, ലാഭം കിട്ടാ സമയമായോ, നിങ്ങൾ തുടങ്ങിയ ബിസിനസിന്റെ ലാഭം വാങ്ങാൻ സമയമായോ, ഒരു നാണയത്തൊട്ട് പോലും കയ്യിലില്ലാതെ സർവ്വതും നിങ്ങൾക്ക് വേണ്ടി തന്നത്. കുറച്ച് പണം കിട്ടുമെന്ന് മോഹിച്ചിട്ടാണ്. ആ സമയത്ത് സയ്യിദ് ഇബ്നു ആമിറിന്റെ കൂടെ വന്ന സഹോദരൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, പെങ്ങളെ, അതിന്റെ ലാഭം കിട്ടുന്നത് ഇവിടെയല്ല, ഈ ലോകത്തതിന്റെ ലാഭമില്ല, ഈ ലോകത്തതിന്റെ ലാഭമില്ല. ആ ലാഭം കിട്ടുന്നത് അല്ലാഹുവിന്റെ കോടതിയിലാണ്. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ പെണ്ണ് ചോദിച്ചു, ഞാൻ എന്താണ് ഈ കേൾക്കുന്നത്? ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലാകാൻ പോവുകയാണ്, ഞങ്ങളാകെ തളരാൻ പോവുകയാണ്, തകരാൻ പോവുകയാണ്. ആ പണം മുഴുവനും നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, പെണ്ണേ,
തഅമലു ഫിദ്ദുനിയാ തവീലൻ ഫലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലാ ഫജ്രി. സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണ്, ലാഭം വാങ്ങാനുള്ള ലോകം ഈ ലോകത്തിരുന്ന് വിട പറയുന്ന സമയം മുതലാണ്. ഇവിടെയല്ല മറുപടി വാങ്ങേണ്ടത്, എല്ലാം കിട്ടേണ്ടത് അല്ലാഹുവിന്റെ കോടതിയിലാണ്. ഇനി ഈ ജീവിതം നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്, എന്റെ ഈ രീതി നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് എന്ന് മറന്നിട്ട് ഇറങ്ങിപ്പോകാനാണ് പെണ്ണെ നിന്റെ ഉദ്ദേശമെങ്കിൽ നിന്നെയും എനിക്ക് വേണ്ട. അങ്ങനെ നീ പോയാൽ പെണ്ണെ നിന്നെയും എനിക്ക് വേണ്ട. അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഹൂർലിങ്ങളുടെ ഒരു ചിരിമതി ഈ ദുനിയാവിലെ മുഴുവൻ സ്ത്രീകളെക്കാളും ആവേശമാണെന്ന് സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുമ്പോ, എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അൻവരിയ ക്യാമ്പസിന്റെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന് ഇന്നലെ 12,000 രൂപ വെച്ച് പറഞ്ഞവരെ, അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ദുനിയാവിൽ തന്നെ വേണമെന്ന് വാശി പിടിക്കല്ലേ. പരലോകത്ത് എന്തെങ്കിലും വേണ്ടേ, അല്ലാഹുവിന്റെ കോടതിയിൽ എന്തെങ്കിലും വേണ്ടേ? ഇന്നെന്റെ കവർ തിരിച്ചു കൊടുത്തവരെ, ബക്കറ്റിൽ സ്വതക്കയിട്ടവരെ, അല്ലാഹുവിന്റെ കോടതിയിൽ എന്തെങ്കിലും വേണമെന്ന് വാശി പിടിക്കണേ. അവിടത്തേക്ക് വേണ്ടിയല്ലേ. അൽഹംദുലില്ലാഹ്, ഇന്നലെ 10-30 ആളുകൾ 12,000 രൂപ വെച്ച് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ദുആഇൻ നസറുള്ള ഏലംകുളം ഉസ്താദിന്റെ ദിക്റ് ചൊല്ലി സരസിനെ വല്ലാതെ ആത്മീയ പ്രഭയിലേക്ക് എത്തിക്കുന്ന ഏലംകുളം ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ എന്റെ മുമ്പിലിരിക്കുന്നവരോട് പറയുകയാണ്, ഇന്ന് അൽഹംദുലില്ലാഹ് ചെക്കമ്മദ് ഹാജി 2 ലക്ഷം തന്നതുപോലെ, ഹംസ ഹാജി 1 ലക്ഷം തന്നതുപോലെ, അലവി സാഹിബ് 1 ലക്ഷം തന്നതുപോലെ ഒരുപാട് ആളുകൾ തരാനുണ്ട്, പറയാനുണ്ട്. അൽഹംദുലില്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. മരിച്ച അബ്ബാസ് ഹാജിക്ക് വേണ്ടി മകൻ അബ്ദുറഹ്മാൻ സാഹിബ് 50,000 രൂപ. അൽഹംദുലില്ലാഹ്, ചോത്തോത്ത് അബ്ദുറഹ്മാൻ ഹാജി, ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവ് അബ്ബാസ് ഹാജിക്ക് കൊണ്ട് ദ്വാരക്കാൻ 50,000 രൂപ. ഒരു സഹോദരൻ 25 ചാക്ക് സിമന്റ്. ഇതിന്റെ നമ്മൾ അള്ളാന്റെ ഖുർആൻ പഠിക്കുന്ന സ്ഥാപനം നമ്മൾ നോക്കിയേ, തേക്കാൻ കഴിയാതെ കിടക്കാൻ. കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ് അറിഞ്ഞോട്ടെ. പിന്നെ എത്രയാണ് 25 ചാക്ക് സിമന്റ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇരിക്കുന്നവരൊക്കെ ഈ സ്ഥാപനത്തിന് ഇനിയും ദാരിദ്ര്യവും കഷ്ടപ്പാടും വരുമ്പോൾ സഹായിക്കാനുള്ളവർ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ തമ്പുരാനെ, അല്ലാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. അബ്ദുറഹ്മാൻ സാഹിബ് തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരുപാട് ദീനീ കലാലയങ്ങളെ സഹായിച്ച ഉപ്പ, ആ ഉപ്പയെ മറക്കാതെ 50,000 രൂപ സ്വതക്ക നൽകി സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ ആ ഖബർ വിശാലമാക്കണേ അല്ലാ. ഈ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ അല്ലാ. ആ സ്ഥാപനത്തിലേക്ക് എൻ്റെ സഹോദരിമാരൊന്ന് നോക്കണം. നമ്മുടെ വീട് നമ്മൾ അങ്ങനെ ഇട്ടിട്ട് താമസിക്കോ? ഉണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിൻ്റെ ദീനി സ്ഥാപനമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർക്ക് വേണമെങ്കിൽ കള്ളപ്പണം വരുന്ന ആളെടുത്ത് പോയി ചോദിച്ചാൽ പണം കിട്ടും. പക്ഷേ ഇത് പാണക്കാട് തങ്ങന്മാർ ഇഷ്ടപ്പെട്ട സമസ്തയുടെ ഉസ്താദുമാർ ശരിക്കും മഹബത്ത് കാണിച്ച ഒരു സ്ഥാപനമായതുകൊണ്ട് നമുക്കങ്ങനെ അതിനെ നശിപ്പിക്കാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നത് ദുനിയാവിൽ കിട്ടും. പക്ഷേ ദുനിയാവിൽ നമുക്ക് പ്രതീക്ഷ വെക്കണ്ട, ആഖിറത്തിലിത് മതി. അവിടെ മതി. അവിടെയല്ലേ ചിലപ്പോൾ ഉമ്മ നമ്മളെ വേണ്ടാന്ന് പറയും, ചിലപ്പോൾ മക്കൾ വേണ്ടാന്ന് പറയും, ചിലപ്പോൾ കൂടപ്പിറപ്പുകളാരും ഇല്ലാതെ ഒറ്റപ്പെട്ട് പരലോകത്ത് നരകത്തിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അള്ളാഹു പരലോകത്ത് സ്ഥാനം കൊടുക്കുന്ന വിലായത്തിൻ്റെ പദവിയിലെത്തിയവർ ഞങ്ങളെ കൈവടിയൂല, സഹോദരങ്ങളെ കൈവടിയൂല. ആ മുകളിലത്തെ നില നമുക്കൊന്ന് ഇൻഷാ അല്ലാഹ് തേച്ച് മിനുക്കിയെടുക്കണം. ഏതെങ്കിലും ഉസ്താദ് പൊരുത്തപ്പെടണം. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റ് ഒന്ന് തേച്ച് മിനുക്കിയെടുക്കണം നമുക്ക് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ചിലവിലേക്ക് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു 5,000 രൂപ വെച്ച് അതിനെ നമുക്ക് ഉടനെ തന്നെ, ഇപ്പോൾ നിങ്ങൾ അടുത്ത മാസം കൊടുത്താൽ അപ്പോഴും തീരും അതിൻ്റെ പണി. സാറേ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൊടുത്താൽ അതിൻ്റെ പണി എപ്പോഴും തീരും. അതിനെ തേച്ച് മിനുക്കി വെള്ളയടിച്ച് നല്ല റാഹത്താക്കി എടുക്കണം. ഒരു നിലയും കൂടെ കിട്ടിയിട്ടേ ഫുൾ അൽഹംദുലില്ലാഹ് നമ്മൾ അതിൻ്റെ ഉദ്ഘാടനം വെക്കുള്ളൂ. ഇപ്പോൾ സംഭവം നടന്നുപോയി. അഡ്വക്കേറ്റ് മാറ്റാങ്കര 5,000 കുലൂ തക്ബീർ. അടുത്ത ആള് സദസ്സിന് എഴുന്നേറ്റ് ബിസ്മില്ല. അതിൻ്റെ മിനിക്കൂടെ താഹിർ
താഹിർ ചെറുതുരുത്തി 5000. കുലൂ തക്ബീർ. അല്ലാഹുവേ നല്ല ഭംഗിയുള്ള വീട് സ്വർഗത്തിൽ കൊടുക്കണേ അല്ലാ, സ്വർഗത്തിൽ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഈ ഹിഫ്ള് പഠിക്കുന്ന മക്കളുടെ ആ കിടക്കാടത്തിന്റെ ഭംഗിക്കു വേണ്ടിയാണ് തമ്പുരാനെ ആ താബൂക്ക് കല്ലിനെ ഒന്ന് തേച്ചു മിനുക്കിയിട്ട് അതിൻ്റെ അകത്ത് ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വിശ്രമിക്കാൻ അല്ലാഹുവേ അല്ലാഹുവേ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അടുത്ത ആളാരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേഗാവട്ടെ. കുലൂ തക്ബീർ. ആ സദസ്സിലൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ. അല്ലാഹുവേ ആ സഹോദരന് ഖുർആനിന്റെ പ്രകാശം കൊടുക്കണേ അല്ലാ. ഈ അത്ഭുതത്തിന്റെ പുണ്യനഗരിയിൽ ആ പ്രിയപ്പെട്ട സഹോദരന് നേട്ടം കൊടുക്കണേ അല്ലാ, നേട്ടം കൊടുക്കണേ അല്ലാ, എല്ലാ വിജയങ്ങളും കൊടുക്കണേ അല്ലാ. അലി മനയത്ത്. അല്ലാഹുവേ വടക്കഞ്ചേരി 5000 രൂപ. കുലൂ തക്ബീർ. നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. സഹോദരിമാരുടെ മുമ്പിലേക്ക് വാലന്റീൻസ് കടന്നു വരികയാണ്. ഇതിൻ്റെ മിനുക്കുപണിക്കു വേണ്ടി, ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവേ എൻ്റെ ശരീരത്തിലുള്ള ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്വർണ്ണാഭരണത്തെ ഇതാ തരുന്നു എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കൊടുത്തയക്കുക. അല്ലാഹുവേ നീ അനുഗ്രഹിക്കണേ അല്ലാ. മൗലാന മനസ്സിൽ പിലാത്തറ ചുണങ്ങാട് ഹലാലായ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടി 10 സ്ക്വയർ ഫീറ്റിൻ്റെ 12,000 രൂപയും 2 ചാക്കരിയും. കുലൂ തക്ബീർ. വേറൊരു സഹോദരൻ 12,000 രൂപ. നിഷാദ് എന്ന മറ്റൊരു ഞാൻ നേരത്തെ പറഞ്ഞ സഹോദരൻ 12,000 രൂപ. നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം 12,000 രൂപ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആരക്കാം. കുലൂ തക്ബീർ. അല്ലാഹുവേ പടച്ചവനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അവരുടെ മനസ്സിന്റെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. സയ്യിദ് ചെറുകൂട് 5000 രൂപ. അല്ലാഹുവേ പടച്ചവനെ ആണ്ട് നേർച്ചയുടെ സമാപന ദുആ നടക്കാൻ പോകുന്നു തമ്പുരാനെ. 5000 രൂപ പറഞ്ഞ സയ്യിദ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാ. ഒരു സഹോദരി ഒരു സ്വർണ്ണ മോതിരം, വേറെ സഹോദരി സ്വർണ്ണവള, പിന്നെന്താ വേറൊരു സ്വർണ്ണ മോതിരം. അൽഹംദുലില്ലാ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. സഹോദരിമാരെ പ്രതിഫലം എനിക്ക് പരലോകത്ത് വേണം. ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ എനിക്ക് അനുകൂലമായ സാക്ഷി പറയണം. ആരുമില്ലാത്ത ലോകത്ത് ബീവി ഉമ്മാടെ സ്ഥാപനത്തിന് കൊടുത്ത ഒരു ചെറിയ സ്വർണ്ണാഭരണം എനിക്ക് വലിയ നേട്ടം വാങ്ങിത്തരുന്നതിന് കാരണമാകണം. അൽഹംദുലില്ലാ വേഗമാകട്ടെ. പെങ്ങളെ ഒരു 10 പാക്കറ്റ് സിമന്റ് വാങ്ങാൻ ഒരു 5000 രൂപ നിയ്യത്ത് ചെയ്തിട്ട് ഈ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെ മിനുക്കുമണിക്ക് ലോകത്തെ ഏറ്റവും പ്രകാശമുള്ള ഖുർആനിന്റെ വചനങ്ങൾ ഉരുവിടുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വിശ്രമിക്കാൻ അൽഹംദുലില്ലാ പെങ്ങളെ വേഗമാകട്ടെ. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അബ്ദുറഹ്മാനാജി വാപ്പു എന്ന അബ്ദുറഹ്മാനാജി 5000 രൂപ. അല്ലാഹുവേ പടച്ചവനെ ഒരു വലിയ ലക്ഷ്യം മനസ്സിലുണ്ട്, നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഒരു സ്വർണം തന്നത് ജയിലിൽ നിന്ന് മോചനം നേടണമെന്ന കൊതിയോടെയാണ്. അല്ലാഹുവേ പടച്ചവനെ എല്ലാ ബറക്കത്തും നീ കൊടുക്കണേ അല്ലാ. കാരുണ്യവാനാര പടച്ചവനെ 5000 രൂപ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, 12,000 പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, സ്വർണ്ണാഭരണം തന്നുകൊണ്ടിരിക്കുന്നവർ, റബ്ബേ നേട്ടങ്ങൾ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ, അനുഗ്രഹിക്കണേ റഹ്മാനെ. വേഗാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി സിദ്ദീഖ് മഠത്തിൽ വല്ലപ്പുഴ അല്ലേ, കുഞ്ഞാണി എന്നറിയപ്പെടുന്ന സിദ്ദീഖ് മഠത്തിൽ വല്ലപ്പുഴ 5000 രൂപ. അല്ലാഹുവേ കല്ല മുഹമ്മദ് സാഹിബിന്റെ ഭാര്യ മനോഹരമായ ഒരു ജോഡി വലിയ സ്വർണ്ണക്കമ്മൽ അൽഹംദുലില്ലാ അദ്ദേഹത്തിന്റെ അസുഖം മാറാനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി ദ്വാരക്കാൻ. അല്ലാഹുവേ പടച്ചവനെ ഈ ആഭരണങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പാദസ്വരം ഒരു പ്രിയപ്പെട്ട സഹോദരി വെള്ളി പാദസരം കൊടുത്തേച്ചു റബ്ബേ. അല്ലാഹുവേ ജീവിതത്തിലെ ഭൗതിക ലോകത്തിന്റെ അല്ലാഹുവേ നീ കൊടുത്തിരുന്ന ചെറിയ സമ്പാദ്യമാണ്, അതുപോലും പരലോകമോക്ഷത്തിന് വേണ്ടിയിട്ട് സ്വതക്ക നൽകിയ പെങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ അനുഗ്രഹിക്കണേ അല്ലാ. വേഗം പറയണം സഹോദരിമാരുടെ ഇത്തമാരുടെ ഉമ്മമാരുടെ അടുത്ത്. അൽഹംദുലില്ലാ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത്, 5000 ആണോ, ഒരു ചെറിയ സ്വർണത്തിന്റെ പൊട്ടാണോ മുത്താണോ, വേഗം കൊടുത്തയക്കണം അല്ലാ. ഈ ബീവി ഉമ്മാടെ കറാമത്ത് കൊണ്ട് ഇഹപര ജീവിതത്തിൽ അവരെ കരയിപ്പിക്കല്ല അല്ലാ. മക്കൾ സോലിഹായി വളരാൻ ഒരു സഹോദരി 5000 രൂപ. അൽഹംദുലില്ലാ അല്ലാഹുവേ പടച്ചവനെ ആ പ്രിയപ്പെട്ട മക്കളെ സോലിഹീങ്ങളാക്കണേ തമ്പുരാനെ. ഇന്നലെ പറഞ്ഞ 12,000 രൂപ ഇന്ന്
അൽഹംദുലില്ലാ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. അതെന്തായാലും കുറേ സാധുക്കൾ പറഞ്ഞതാ, അതെന്തായാലും കിട്ടും. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. കഴിഞ്ഞ പ്രാവശ്യം 6666 പറഞ്ഞതാണ് കൂടുതൽ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖാദി ഉസ്താദ് ഈ സ്ഥാപനത്തിൻ്റെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടത് പ്രത്യേകിച്ച് ക്ഷണിക്കാൻ വേണ്ടി ഞാനൊരു വളാഞ്ചേരിയിൽ പരിപാടി നടത്തുമ്പോൾ ഒരു മഴയത്ത് അദ്ദേഹവും സെയ്തലിയും ഒക്കെ കൂടെ വന്നപ്പോൾ അൽഹംദുലില്ലാ ആ രോഗത്തിലും ആ പ്രയാസത്തിലും വന്നപ്പോൾ ഉമ്മാടെ പൊരുത്തവും കറാമത്തും തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ദൂരത്ത് അവർ വരുമോ, അത്രയും കഷ്ടപ്പെട്ട് രാത്രി വരേണ്ട കാര്യമുണ്ടോ? എങ്കിലും ആ യാത്രയ്ക്കൊരു ബറക്കത്ത് ഉണ്ടാവുമല്ലോ. ഇപ്പോഴും ശാരീരികമായി കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആശ്വാസം കൊടുക്കട്ടെ, ഒരു വിഷമവും അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. പഠന പുരോഗതിക്ക് വേണ്ടി പിന്നെ സ്വർണ്ണക്കമ്മൽ അൽഹംദുലില്ലാ MV മുഹമ്മദ് കുട്ടി ഹാജി കൂടല്ലൂർ പ്രത്യേകം ദുആ ചെയ്യുക. 12,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇറങ്ങൾ ഉസ്താൻ ഒരുപാട് നേരം ഇരുത്തി വിഷമിപ്പിക്കുന്നില്ല. അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ടവർ ആ ദുആക്ക് നേതൃത്വം തരാൻ പോകുന്നു. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനോടും ഇവിടുത്തെ പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളോടും ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോടും വളരെ സങ്കടത്തോടു കൂടി പറയാൻ, ഒന്ന് 5 മാസം ഗർഭവതിയായ ഒരു പ്രിയപ്പെട്ട സഹോദരി, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. 5 മാസം ഗർഭവതിയാണ്. തലയിലൊരു മുഴ വളർന്നിട്ട് ആ പ്രിയപ്പെട്ട സഹോദരിയെ പിന്നെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ, തൃശ്ശൂർ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ക്യാൻസറാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അത് ക്യാൻസർ ആകരുത്, അള്ളാഹുവിന് കഴിയും, അള്ളാഹുവിന് കഴിയും. വളരെ ഗൗരവത്തോടെ നിങ്ങളത് കേൾക്കണം. എൻ്റെ പെങ്ങൾക്ക് വേണ്ടി പറയുന്ന പോലെ കേൾക്കണം, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി പറയുന്ന പോലെ കേൾക്കണം. അത് ക്യാൻസർ ആകരുത്, അത് ഓപ്പറേഷൻ കൂടാതെ ശിഫയാകണം. ഓപ്പറേഷൻ നടന്നാൽ 6 മണിക്കൂറോളം ബോധം കെടുത്തിയിടേണ്ടി വരും. കുഞ്ഞിനെന്തായാലും അപകടം ഉറപ്പാണ്. അങ്ങനെ ഉമ്മയെ ബോധം കെടുത്തിയാൽ 3 മണിക്കൂർ അതുണ്ടാവരുത്. ഉസ്താദുമാരുടെ ഈ സദസ്സിൽ ഒരു 3 സലാത്ത് ജില്ലയിട്ട് ആ സഹോദരിക്ക് ഞാൻ ദുആരക്കാണ്. നിങ്ങൾ ആത്മാർത്ഥതയോടെ ആമീൻ പറയണം. اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم. അല്ലാഹുവേ, കരുണക്കടലായ പടച്ചവനെ, ഇന്നുവരെ നടത്തിയ എല്ലാ മജ്ലിസിൻ്റെയും ബറക്കത്ത് കൊണ്ട്, പൊട്ടച്ചിറ ബീവി ഉമ്മാടെ ഹദ്റത്തിൽ വന്ന് പറഞ്ഞ മുഴുവൻ നസീഹത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഓതിയ മുഴുവൻ സലാത്തിൻ്റെയും ആയത്തിൻ്റെയും പവർ കൊണ്ട്, ഈ മണ്ണിൻ്റെ കറാമത്ത് കൊണ്ട്, ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ച നാവിൻ്റെ ഫള് കൊണ്ട്, അല്ലാഹുവേ ആ പെങ്ങളുടെ രോഗം അത്ഭുതകരമായി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ആരോരുമില്ലാത്തവരാണ് റബ്ബേ. പടച്ചവനെ, പലപ്പോഴും പട്ടിണി കിടക്കേണ്ടി വന്ന കുടുംബക്കാരാണ്. അല്ലാഹുവേ, ആ ദാരിദ്ര്യത്തിനിടയിൽ ഇതൊരു വലിയ ദുരന്തമാക്കി അവർക്ക് കൊടുക്കല്ലേ അല്ലാ.